നമസ്തേ, ഞാൻ സുപേഷ്. APC കാർക്കോ പ്രവാസികൾ പറയട്ടെ, പവർഡ് ബൈ നാഷണൽ പെയിന്റ്സ്, സെലിബ്രേറ്റഡ് ബൈ എലൈറ്റ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസ്, ഹൈലൈറ്റഡ് ബൈ സ്റ്റേജ് UAE, ഇൻസ്പയർഡ് ബൈ സെലസ്റ്റിയൽ ടെക്നിക്കൽ സർവീസസ്, എനർജൈസ്ഡ് ബൈ ക്യാപിറ്റൽ എമിറേറ്റ്സ്. ഈ തത്സമയ സംവാദത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ഭാരതം പലതിലും ഇന്ന് ലോകത്തിന് മാതൃകയാണ്. പല പ്രശ്നങ്ങൾക്കും പരിഹാരം തേടി ലോകം ഉറ്റുനോക്കുന്നത് ഭാരതത്തെയെന്ന് സ്വാതന്ത്ര്യദിന സന്ദേശത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. എല്ലാ രാജ്യങ്ങളുമായും അവിടുത്തെ ഭരണത്തലവന്മാരുമായും ഇന്ത്യക്ക് അടുത്ത ബന്ധം. പ്രവാസി സമൂഹത്തിനും രാജ്യത്തിൻ്റെ വളർച്ചയിൽ അഭിമാനം. ഇനിയും മുന്നോട്ടാണ് ഭാരതം സമസ്ത മേഖലകളിലും. ആ മുന്നേറ്റത്തിൽ പ്രവാസികൾ വഹിക്കേണ്ട പങ്കെന്ത്? വാണിജ്യം, വ്യവസായം, നിക്ഷേപം, വിദ്യാഭ്യാസം, സ്ത്രീ ശാക്തീകരണം തുടങ്ങി ഏത് രംഗത്തും പ്രവാസികളുടെ ഇടപെടൽ ഏത് രീതിയിലാകണം? ഈ ചോദ്യത്തിന് ഉത്തരം തേടുകയാണ് ഇന്ന് ഈ തത്സമയ സംവാദത്തിലൂടെ. വനിതാവേദിയുടെ പ്രതിനിധി ശ്രീമതി ഷെറിൻ ഷാജു, അധ്യാപിക ശ്രീകല ദിലീപ്, നാഷണൽ ബാങ്കിൻ്റെ പ്രതിനിധി ശ്രീ സുബ്രഹ്മണ്യം KE, സാംസ്കാരിക പ്രവർത്തകൻ ശ്രീ വിപീഷ് തിക്കോടി എന്നിവർ ഈ 1 മണിക്കൂർ ദൈർഘ്യമുള്ള ചർച്ചയിൽ പങ്കെടുക്കുകയാണ്. ഞാൻ അതിഥികളെയും പ്രേക്ഷകരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് ചർച്ചയിലേക്ക് പോവുകയാണ്. ഈ ചർച്ച നവഭാരത നിർമ്മാണത്തെക്കുറിച്ചും കൊറോണയ്ക്ക് ശേഷമുള്ള ഒരു ലോകത്തിൻ്റെ പുനർനിർമ്മാണത്തെക്കുറിച്ചും ഒക്കെയാണ് ചർച്ച ചെയ്യാൻ പോകുന്നത്. അതാണ് കേന്ദ്ര വിഷയമാക്കുന്നത്. അപ്പോൾ ആ ഒരു പുതിയ ലോകത്ത് സ്ത്രീകളടങ്ങുന്ന പ്രവാസി സമൂഹത്തിൻ്റെ പങ്ക് വലുതാണ്. അതുകൊണ്ട് തന്നെ സ്ത്രീകളിൽ നിന്ന് ഈ ചർച്ച ആരംഭിക്കാൻ ഞാൻ താല്പര്യപ്പെടുകയാണ്. അതിനാൽ ആദ്യം ശ്രീമതി ഷെറിൻ ഷാജുവിലേക്ക് പോവുകയാണ്. ശ്രീമതി ഷെറിൻ ഷാജു, പുതിയ ലോകത്തിൽ ഞാൻ ആമുഖമായി സൂചിപ്പിച്ചതുപോലെ വലിയ ഉത്തരവാദിത്തം എല്ലാവർക്കും ഉണ്ട്. എവിടെയാണ് നമ്മൾ പുതിയ കാല സ്ത്രീയെ അടയാളപ്പെടുത്തേണ്ടത്? സ്ത്രീ ശാക്തീകരണത്തിൻ്റെ പുതിയ കാല ചർച്ചകൾ ഏത് തലത്തിൽ നിന്നാണ് ആരംഭിക്കേണ്ടത്? നാടിന്റെ ചരിത്രമാണ്, ഇന്ത്യയുടെ ചരിത്രം എടുത്തു നോക്കാം. പ്രവാസത്തിന്റെ തന്നെ ചരിത്രത്തോടൊപ്പം സഞ്ചരിച്ചൊരു നാടാണ് നമ്മുടെ. അപ്പോ പ്രവാസം ആരംഭിച്ച ഘട്ടങ്ങളിൽ പല മലേഷ്യ, ബർമ്മ പോലെയുള്ള മറ്റ് മിഡിൽ ഈസ്റ്റേൺ കൺട്രീസിലേക്ക് ഒക്കെ നമ്മൾ കുടിയേറിയപ്പോഴും അവിടെയൊക്കെ വനിതകളുടെ ഒരു പങ്കാളിത്തവും കാണാൻ കഴിയും. നമ്മളെല്ലാവരും നോക്കുമ്പോൾ, പ്രത്യേകിച്ച് നമ്മളിപ്പോ ഞാനൊക്കെ നിൽക്കുന്ന ഈ ഒരു കോണ്ടെക്സ്റ്റിൽ വെച്ച് പറയുകയാണെങ്കിൽ, ഈ ഒരു സാഹചര്യത്തിൽ പറയുകയാണെങ്കിൽ, മിഡിൽ ഈസ്റ്റേൺ കൺട്രീസിലേക്ക് നോക്കുമ്പോൾ മെഡിക്കൽ രംഗത്ത് പ്രവർത്തിക്കുന്ന വനിതകൾ, അതോടൊപ്പം തന്നെ ഗാർഹിക രംഗത്ത് നമ്മളെപ്പോഴും ലൈംലൈറ്റിലേക്ക് കൊണ്ടുവരാത്ത അല്ലെങ്കിൽ പറയാത്ത ഗാർഹിക രംഗത്ത് പ്രവർത്തിക്കുന്ന വനിതകളൊക്കെ കുടിയേറ്റത്തിന്റെ ഭാഗമായി ആദ്യം വന്നിട്ടുള്ള വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള ആൾക്കാരാണ്. അപ്പൊ അവരുടെയൊക്കെ സംഭാവന നമ്മുടെ രാഷ്ട്രത്തിന്റെ പുരോഗതിക്ക് നമുക്ക് എടുത്തു പറയാവുന്നതാണ്. അല്ലെങ്കിൽ ഏറ്റവും വലിയൊരു പങ്കാളിത്തം വനിതകൾ ഈ ഒരു രാഷ്ട്ര പുരോഗതിയുടെ കാര്യത്തിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. നമ്മളിപ്പോ ഈ മാറുന്ന സാഹചര്യത്തിൽ നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഇത്രയധികം പുരോഗതി നേടി എന്ന് പറയുന്ന ഈ 74 വർഷം നമ്മുടെ സ്വാതന്ത്ര്യം നേടിയതിനു ശേഷം നമ്മുടെ രാജ്യം പിന്നിടുമ്പോഴും നമ്മൾ ഒരുപാട് മേഖലകളിൽ നമ്മൾ പുരോഗതി കൈവരിച്ചിട്ടുണ്ട്. നമ്മുടെ ശാസ്ത്ര സാങ്കേതിക വിദ്യയിലാവട്ടെ, വിദ്യാഭ്യാസ രംഗത്താവട്ടെ, ഒരുപാട് പുരോഗതികൾ നമ്മൾ കൈവരിച്ചിട്ടുണ്ടെങ്കിൽ പോലും നമുക്കറിയാം, എടുത്തു നോക്കിയാൽ അറിയാം, 2014 ഒരു റിപ്പോർട്ട്, ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെന്റ് ഇൻഡെക്സ് റിപ്പോർട്ട് പ്രകാരം നമ്മുടെ നാട്ടില് ഉന്നത വിദ്യാഭ്യാസം കഴിഞ്ഞ് കോളേജുകളിൽ നിന്ന് പഠിച്ചിറങ്ങുന്നത് 75 മുതൽ 80% വരുന്നതും വനിതകളാണ്, അല്ലെങ്കിൽ പെൺകുട്ടികളാണ്. പക്ഷെ തൊഴിൽ പങ്കാളിത്തത്തിന്റെ കാര്യത്തിൽ വരുമ്പോ എവിടെയോ പല കാരണങ്ങൾ കൊണ്ട് അത് വെറും 24% മാത്രമായിട്ട് മാറുന്ന ഒരവസ്ഥ നമുക്ക് എല്ലാവർക്കും അത് വളരെ ഞെട്ടിക്കുന്ന ഒരു റിപ്പോർട്ടായിരിക്കാം. നമ്മളൊക്കെ ഇത്ര ഡെവലപ്ഡ് ആയി എന്ന് നമ്മൾ അവകാശപ്പെടുമ്പോൾ. അപ്പൊ ഇത് എന്തുകൊണ്ടാണ്? 2014 റിപ്പോർട്ടാണെങ്കിൽ 2019 ആകുമ്പോഴേക്കും ഒരു ഗ്ലോബലി നോക്കുമ്പോൾ തൊഴിൽ പങ്കാളിത്തം 49% എന്ന് കാണുന്നുണ്ടെങ്കിൽ പോലും ഈ ഒരു വ്യത്യാസം, ഈ ഒരു കുറവ് എന്തുകൊണ്ട്? അത് തീർച്ചയായിട്ടും നമ്മുടെ പൊതുബോധം അതിന് വലിയൊരു കാരണമായിട്ട് പറയുന്നുണ്ട്. സ്ത്രീ ശാക്തീകരണം വേണം,
സ്ത്രീകൾ വിമൻ എംപവർമെന്റ് വേണം, സ്ത്രീകൾ മുന്നോട്ട് വരണം, സ്ത്രീകൾ പുരോഗമനമായി ചിന്തിക്കണം എന്നൊക്കെ നമ്മൾ പറയുമ്പോഴും നമ്മുടെ ഈ പൊതുബോധം നമ്മളെ എപ്പോഴും ഒരു വലിയൊരു പരിധി വരെ നമ്മളെ പിന്നോട്ട് വലിക്കുന്ന ഒരു കാണാറുണ്ട്. സ്ത്രീകളുടെ വിദ്യാഭ്യാസത്തെ പറ്റി എടുക്കുകയാണെങ്കിൽ പോലും പുരുഷന്മാരുടേതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് ഇന്നും നമ്മുടെയൊക്കെ ചുറ്റുവട്ടം നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും. ഒരു ആൺകുട്ടിയുടെ വിദ്യാഭ്യാസം നമ്മൾ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ നമ്മൾ പലപ്പോഴും എത്രയും വേഗം ജോലി ലഭിച്ചുകൊണ്ട് ഉയർന്ന ശമ്പളത്തിലേക്ക് കിട്ടാൻ വേണ്ടി ഉള്ള ജോലി കിട്ടാനുള്ള തരത്തിലുള്ള എന്ത് ജോലിയാണ് അവർക്ക് കിട്ടുക എന്നുള്ളതായിരിക്കും മാതാപിതാക്കൾ ആ തരത്തിലുള്ള കോഴ്സുകളായിരിക്കും മാതാപിതാക്കൾ തിരഞ്ഞെടുക്കുക. അതേസമയം പെൺകുട്ടിയുടെ വിദ്യാഭ്യാസം ആവുമ്പോൾ വലിയൊരു വിഭാഗം മാതാപിതാക്കൾ, എല്ലാവരും ആണെന്നല്ലെങ്കിൽ പോലും വലിയൊരു വിഭാഗം മാതാപിതാക്കൾ ഇപ്പോഴും അവരുടെ സ്റ്റാറ്റസ് കോ നിലനിർത്താൻ വേണ്ടിയിട്ട് അവരുടെ പെൺകുട്ടികൾക്ക് അല്ലെങ്കിൽ മക്കൾക്ക് വേണ്ട കോഴ്സുകൾ തിരഞ്ഞെടുക്കുകയും അത് എന്താ പറയാ ഒരു വിദ്യാഭ്യാസം ഒരു നല്ല മാരേജ് കഴിയുന്നവരെ അല്ലെങ്കിൽ വിവാഹം ശ്രീമതി ഷെറിൻ ഷാജു, അതിനോട് നമുക്ക് പുതിയ കാലത്ത് പൂർണ്ണമായും യോജിക്കാനാകുമോ? ഇന്നിപ്പോൾ ശരിയാണ്, ഒരു കുറേ വർഷങ്ങൾക്ക് മുമ്പ് വരെ പെൺകുട്ടികൾ എന്നാൽ വിവാഹം വരെ മാത്രം വിദ്യാഭ്യാസം നടത്തേണ്ടവരാണ്. അതിനുശേഷം അവർ ഏതെങ്കിലും ഒരു പുരുഷനെ വിവാഹം കഴിച്ച് പോകേണ്ടവർ ആണ്, മറ്റൊരു വീട്ടിലേക്ക് പോകേണ്ടവർ ആണ്. അങ്ങനെ ചില മൗലികമായ ചിന്തകളുടെ ഒരു ചട്ടക്കൂട്ടിൽ പെൺകുട്ടികളൊക്കെ ഒതുങ്ങി നിന്നിരുന്നു. പക്ഷെ കാലം മാറിയല്ലോ. ഒരു പുതിയ കാലത്ത് പെൺകുട്ടികൾ കൂടി തന്നെയാണ് ഇനി ഏത് കോഴ്സിലേക്കാണ് പോകേണ്ടത് എന്ന് തീരുമാനിക്കുന്നത്. പൂർണ്ണമായും അങ്ങനെ അല്ലെങ്കിൽ തന്നെയും മാറി വരുന്നുണ്ട്. ആ മാറ്റത്തെ ഉൾക്കൊള്ളുന്നില്ലേ ഇപ്പോഴത്തെ തലമുറ? ആ മാറ്റത്തിലേക്ക് വലിയൊരു വിഭാഗം തലമുറ വരുന്നുണ്ടെങ്കിൽ പോലും നമുക്ക് ഇവിടെ ഇപ്പോ ഈ ഒരു മിഡിൽ ഈസ്റ്റേൺ കൺട്രീസിലേക്ക് വരുന്ന അഭ്യസ്ത വിദ്യരായിട്ടുള്ള ഭർത്താക്കന്മാർ ഉയർന്ന ശമ്പളം നേടുന്ന തരത്തിൽ ഇങ്ങോട്ട് വരുന്ന ഒരുപാട് പെൺകുട്ടികൾ ഇപ്പോഴും ജോലിക്ക് പോകണ്ട എന്നുള്ളത് അതിനവർ തിരഞ്ഞെടുക്കുന്ന പല കാരണങ്ങളുണ്ട്. ജോലിക്ക് പോകുന്ന സ്ത്രീകളെ കുറിച്ച്, തൊഴിലെടുക്കുന്ന സ്ത്രീകളെ കുറിച്ച് നമ്മുടെ സമൂഹത്തിന്റെ ഒരു പൊതുബോധമുണ്ട്. ആ ഒരു പൊതുബോധം പാരന്റിങ്ങും ഫാമിലി ലൈഫും ജോബും ഒരുമിച്ച് കൊണ്ടുപോകാൻ അവർക്ക് കഴിയില്ല എന്ന തരത്തിലുള്ള പൊതുബോധം മാറ്റി നിർത്തിക്കൊണ്ട് അവനവൻ തനിക്ക് വേണ്ടി താൻ തന്നെ ചെറുതെങ്കിലും തന്നെ കൊണ്ട് കഴിയുന്ന തരത്തിലൊരു വ്യക്തിമുദ്ര നമ്മുടെ സമൂഹത്തിൽ പതിപ്പിക്കാൻ കഴിഞ്ഞെങ്കിൽ, അതായത് അവൾക്ക് അവളുടേതായിട്ടുള്ള ഒരു മണ്ഡലവും പൊതുമണ്ഡലവും ലോകവും ഒക്കെ നിഷേധിക്കുന്ന, അതല്ലെങ്കിൽ പുരുഷനെ ചാരി മാത്രം നിൽക്കേണ്ടവൾ ആണ്, അത് അവളുടെ വിദ്യാഭ്യാസം പോലും അങ്ങനെയാകണം എന്ന് നിശ്ചയിക്കുന്ന ഒരു പൊതുബോധത്തിന്റെ തടവറയിൽ ഇന്നും സ്ത്രീ സമൂഹമുണ്ട് എന്ന് തന്നെയാണ് അല്ലേ ശ്രീമതി ഷെറിൻ ഷാജു ഉന്നയിക്കുന്ന വാദം? മോചിതയായിട്ടില്ല. അതിനൊരു നമുക്ക് അങ്ങനെ പറയാനുള്ള ഒരു ലെവലിലേക്ക് നമ്മൾ എത്തിയിട്ടില്ല. എത്രയും വേഗം എത്തട്ടെ എന്ന് ഞാൻ ഉൾപ്പെടെ അങ്ങനെ ഒരു ഞാൻ ശ്രീമതി ശ്രീകല ദിലീപിലേക്ക് കൂടി പോവുകയാണ്. ശ്രീകല ദിലീപ് ഒരു അധ്യാപിക കൂടിയാണ്. അങ്ങനെ ഒരു പൊതുബോധത്തിൻ്റെ തടവറയിൽ നിന്നും സ്ത്രീ സമൂഹം പൂർണ്ണമായും പുറത്ത് ചാടിയില്ല എന്ന് കരുതാനാകുമോ? പെൺകുട്ടികൾ അവരുടെ കോഴ്സുകൾ അവർ തന്നെ തിരഞ്ഞെടുക്കുന്ന ഒരു വിദ്യാഭ്യാസ പ്രക്രിയയിലേക്ക് നമ്മൾ പൂർണ്ണമായും മാറേണ്ടതല്ലേ? അങ്ങനെ മാറിയിട്ടുണ്ടോ? ഞാൻ ഷിബ്ന പറയുന്നോട് ഷെറിൻ പറയുന്നോട് വളരെയധികം യോജിക്കുന്നു. പെൺകുട്ടികളുടെ കാര്യത്തിൽ മാത്രമല്ല കോഴ്സ് സെലക്ട് ചെയ്യുന്നതിന്റെ ബുദ്ധിമുട്ട് വരുന്നത്. ഒരു ആൺകുട്ടി ആയാൽ പോലും കോഴ്സ് സെലക്ഷൻ ആ കുട്ടിക്ക് ഒരു ഫ്രീഡം ഇല്ല. കുട്ടികൾക്ക് ഫ്രീഡം കൊടുക്കുന്നില്ല. നമ്മൾ മാതാപിതാക്കളായാലും സമൂഹമായാലും ഒരു ചെറിയ ചട്ടക്കൂട് ഉണ്ടാക്കിയിട്ട് ഇന്ന കോഴ്സേ സെലക്ട് ചെയ്യാൻ പാടുള്ളൂ എന്നുള്ള ഒരുപാട് നിയന്ത്രണങ്ങൾ അത് പെൺകുട്ടിയായാലും ശരി ആൺകുട്ടിയായാലും ഉണ്ട്. സോ ഒരു എഡ്യൂക്കേഷന്റെ ഒരു ഭാഗമായ ഞാൻ, ഒരു ടീച്ചറായ ഞാൻ, എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാല് ഒരു രാഷ്ട്രം ശരിക്കും ഡെവലപ്പ് ചെയ്യണമെങ്കിൽ വിദ്യാഭ്യാസ രംഗത്തിൽ തന്നെ ആദ്യം തന്നെ മാറ്റം വരണം. ദാറ്റ് മീൻസ് 2 ലെവലിലാണ് നമ്മൾ എഡ്യൂക്കേഷൻ കൊടുക്കുന്നത്. ഒന്ന് ഫോർമൽ എഡ്യൂക്കേഷൻ, അതായത് ഔപചാരികമായിട്ടുള്ളത്. അത് NCERT ആണ് നമ്മൾ സാധാരണ പ്രവാസികൾ ഫോളോ ചെയ്യണത്. അതിനൊരു ഗൈഡ് ലൈൻസ് ഉണ്ട്. അതിൽ ഒരു തരി പോലും മാറാനും വ്യതിചലിക്കാനൊന്നും നമുക്ക് ആവില്ല. പക്ഷേ വേറൊരു തലമുണ്ട്, അത് എപ്പോഴും നമ്മൾ ഇഗ്നോർ ചെയ്യുന്ന ഒരു തലമാണ് അത്. ദാറ്റ് ഈസ് ഇൻഫോർമൽ എഡ്യൂക്കേഷൻ. അവിടെയാണ് ഷെറിൻ പറഞ്ഞ കാര്യം നമ്മൾ ഉൾക്കൊള്ളേണ്ടതുള്ളത്. ദാറ്റ് മീൻസ് ഇൻഫോർമൽ എഡ്യൂക്കേഷനിൽ വരുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ മനുഷ്യത്വം, വിവേചന ബോധം, തെരഞ്ഞെടുക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം, സ്വയം ചിന്തിക്കാനുള്ള ഒരു കഴിവ് കുട്ടികൾക്ക് വരുത്തുക. ദാറ്റ് മീൻസ് ഞാൻ ആരാ എന്നുള്ളത്, ഒരു സ്ത്രീ ആയാലും പുരുഷനായാലും സ്വയം ആരാ എന്നുള്ളത് തിരിച്ചറിയാനുള്ള ഒരു കഴിവ്, അതിനു വേണ്ടിയുള്ള ഒരു അന്വേഷണം നടത്താനുള്ള ഒരു ഫ്രീഡം, അതിനുള്ള ഒരു സ്വാതന്ത്ര്യം ഉണ്ടാക്കി കൊടുക്കേണ്ടതുണ്ട് നമ്മുടെ ഈ എഡ്യൂക്കേഷണൽ സിസ്റ്റം. അതില്ല.
അപ്പോ ദർ ഇസ് എ ലോട്ട് ഓഫ് എന്താ പറയാ നെഗ്ലക്ട് ഗോയിങ് ഓൺ ടുവേർഡ്സ് ദി ഇൻഫോർമൽ സെക്ഷൻ. ഇൻഫോർമൽ സെക്ഷൻ ഓഫ് എഡ്യൂക്കേഷൻ ഇല്ലാതെ ഫോർമൽ സെക്ഷൻ ഓഫ് എഡ്യൂക്കേഷൻ ഒരിക്കലും പൂർത്തീകരിക്കാൻ പറ്റില്ല നമുക്ക്. സോ വാട്ട് ഷെറിൻ ഇസ് സേയിങ് ഇസ് കറക്റ്റ്. യുഗം ഏതായിരുന്നാൽ പോലും ആ ഫ്രീഡം ഇല്ലാത്തടത്തോളം വെദർ ഇറ്റ് ഇസ് എ ബോയ് ഓർ എ ഗേൾ എഡ്യൂക്കേഷൻ കംപ്ലീറ്റ് ആവണമെങ്കിൽ, അതിലൂടെ രാജ്യം നന്നാവണമെങ്കിൽ ആ ഒരു ഫ്രീഡം വേണം. തീർച്ചയായിട്ടും വേണം. യെസ്, അങ്ങനെ ഒരു ആന്തരികമായ നവീകരണ പ്രക്രിയ അല്ലെങ്കിൽ ഒരു തിരുത്തൽ ഈ വിദ്യാഭ്യാസത്തിനകത്ത് വേണം എന്ന വാദം തന്നെയാണ് ശ്രീകല മുന്നോട്ട് വയ്ക്കുന്നത്, അല്ലേ? തീർച്ചയായിട്ടും. ഹലോ ശ്രീമതി ശ്രീകല, അക്കാര്യത്തിലൊരു ആൺ പെൺ വിവേചനമില്ല. ആന്തരികമായി അങ്ങനെ ഒരു പരിവർത്തനം അല്ലെങ്കിൽ തിരുത്തൽ ഈ വിദ്യാഭ്യാസ മേഖലയിൽ ആവശ്യമാണ് എന്ന വാദം തന്നെയാണ് മുന്നോട്ട് വയ്ക്കുന്നത്. ആൺ പെൺ എന്നുള്ള ഒരു വ്യത്യാസം ഇവിടെ ഇല്ല സ്വാതന്ത്ര്യ എഡ്യൂക്കേഷന്റെ കാര്യത്തില്. പക്ഷെ പെൺകുട്ടികൾ അത് കൂടുതൽ അനുഭവിക്കുന്നു, കാരണം കൂടുതൽ റെസ്ട്രിക്ഷൻസ് ഉണ്ട്. തീർച്ചയായിട്ടും അത് നമുക്ക് എത്ര ഇഗ്നോർ ചെയ്യാൻ ശ്രമിച്ചാലും ഇറ്റ് ഈസ് ക്വൈറ്റ് ദെയർ. അത് പ്രത്യേകിച്ച് പ്രവാസി ലോകത്തില് ആ ഒരു നമ്മളൊരു മെയിൻ സ്ട്രീം, അതായത് നാഷണൽ എഡ്യൂക്കേഷണൽ സിസ്റ്റത്തിൽ നിന്ന് മാറി നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. ഒരുപാട് പരിമിതികളുള്ളൊരു രാജ്യത്തിലാണ് നമ്മൾ വന്ന് നിൽക്കുന്നത്. അപ്പൊ ആ ഒരു ലിമിറ്റേഷൻ കൂടുതൽ നമ്മൾ ഫീൽ ചെയ്യുന്നത് പ്രവാസി ലോകം തീർച്ചയായിട്ടും ഉണ്ട്. അത് പെൺകുട്ടികൾക്ക് കൂടുതലായിട്ട് അത് ഫീൽ ചെയ്യുന്നു. ആൺകുട്ടികൾക്കും തീർച്ചയായിട്ടും ആ ഒരു സ്വാതന്ത്ര്യം, ചിന്തിക്കാനുള്ള സ്വാതന്ത്ര്യം, ആവിഷ്കാര സ്വാതന്ത്ര്യം എന്നൊക്കെ പറയില്ലേ നമ്മള്, what do you call it, ലിബർട്ടി ഇൻ തോട്ട് ആൻഡ് ആക്ഷൻ, വളരെ ലിമിറ്റഡ് ആണ് അത്. തീർച്ചയായിട്ടും ഞാൻ അത് അഗ്രി ചെയ്യുന്നു. ദർ ഇസ് എ നീഡ് ഫോർ എ ലോട്ട് ഓഫ് ചേഞ്ച്. അത് ഈ ന്യൂ എഡ്യൂക്കേഷൻ പോളിസി കൊണ്ട് അതിൽ മാറ്റം വരുമെന്ന് പ്രതീക്ഷിക്കാം. ദർ ഇസ് എ ഹോപ്പ് ഫോർ ദാറ്റ്. യെസ്, ഒരു നവഭാരത നിർമ്മാണത്തിൻ്റെ ഘട്ടത്തിൽ അല്ലെങ്കിൽ കൊറോണയ്ക്ക് ശേഷമുള്ള ഒരു ലോകത്തിൻ്റെ പുതിയ പ്രക്രിയ നമ്മൾ തുടങ്ങി വയ്ക്കുമ്പോൾ അക്കാര്യത്തിൽ വിദ്യാഭ്യാസം ഏത് രീതിയിലൊക്കെ മാറ്റങ്ങൾക്ക് വിധേയമാകേണ്ടതുണ്ട് എന്ന കാര്യമാണ് പ്രധാനമായും ശ്രീമതി ഷെറിൻ ഷാച്ചുവും അധ്യാപിക കൂടിയായ ശ്രീകല ദിലീപും ഇവിടെ ഈ ചർച്ചയുടെ തുടക്കത്തിൽ പങ്കുവച്ചത്. ഇനി മറ്റു മേഖലകളിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. ശ്രീ സുബ്രഹ്മണ്യം കെ.ഇ., വലിയ പ്രതിസന്ധികളിലൂടെ, വലിയ വെല്ലുവിളികളിലൂടെ ലോകവും നമ്മുടെ രാജ്യവും എല്ലാം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. വ്യവസായങ്ങൾ പലതും തകർന്നടിഞ്ഞിട്ടുണ്ട്. ചില പുതിയ വ്യവസായ അന്തരീക്ഷം ഉരുത്തിരിഞ്ഞു വരേണ്ട ഒരു സാഹചര്യം കൂടി, ആരോഗ്യ മേഖലയിലടക്കം അത്തരം ചില മാറ്റങ്ങൾ വരേണ്ട ഒരു സാഹചര്യം കൂടി ഉണ്ടായിട്ടുണ്ട് കൊറോണയ്ക്ക് ശേഷം. എന്തെല്ലാം മാറ്റങ്ങൾക്കാണ് ഈ മേഖലയിൽ നമ്മൾ വിധേയരാകേണ്ടത്? ഇക്കാര്യത്തിൽ ബാങ്കുകൾ അടക്കമുള്ള സ്ഥാപനങ്ങൾക്ക് എന്ത് ചെയ്യാനാകും? അതെ, നിങ്ങൾ പറഞ്ഞത് വളരെ ശരിയാണ്. ആക്ച്വലി ഇപ്പോ ഈ കൊറോണ ഉള്ള സമയത്ത് തന്നെയാണ് പോസ്റ്റ് കോവിഡിനെ നമ്മൾ ഇനിയും ചിന്തിക്കാൻ തുടങ്ങിയിട്ടില്ല. 3 ടൈപ്പ് ഓഫ് വാക്സിൻസ് അണ്ടർ ഡെവലപ്മെന്റ് ആണ് ഇന്ത്യയിൽ. പ്രധാനമന്ത്രി നമ്മളെ സ്വാതന്ത്ര്യത്തിന് റെഡ് ഫോർട്ട് എന്നുള്ള സ്പീച്ചിൽ പറഞ്ഞു. പക്ഷെ പോസ്റ്റ് കോവിഡ് എന്നുള്ള ചിന്ത ഇനിയും വന്നിട്ടില്ല. നമ്മൾ ഇപ്പോഴും കൊറോണ സഫർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ കൂടെ, ഒരു അൺപ്രസിഡന്റഡ് സിറ്റുവേഷനിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് ഇപ്പോൾ. അപ്പോ ആത്മനിർഭർ ഭാരതിലേക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ആക്ച്വലി ഇപ്പോ പുതിയ ഫോക്കസ് എന്നുള്ള രീതിയിൽ നമ്മൾ കൊടുക്കേണ്ടിയിരിക്കുന്നു. അപ്പൊ ഇതിൽ NRIസിന് എങ്ങനെ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും, ബാക്കിയുള്ള സിറ്റുവേഷൻ ഞാനൊരു ബാക്ക്ഗ്രൗണ്ട് ഓവറോൾ ആയിട്ട് പറയാം. ആക്ച്വലി ഇപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പോ ഗൾഫിലേക്കുള്ള മൈഗ്രേഷൻ, ഇപ്പൊ പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യ ഗൾഫ് ഉള്ള മൈഗ്രേഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് ഞാൻ പറയാണ്, അത്രയേ ഉള്ളൂ. ലാസ്റ്റ് സെക്കൻഡ് ലാർജസ്റ്റ് മൈഗ്രേഷൻ ആണ് ആക്ച്വലി. ഇപ്പോ മെക്സിക്കോന്ന് US മൈഗ്രേഷന് ശേഷം ഇന്ത്യയിൽ നിന്ന് ഗൾഫിലേക്കുള്ള ഒരു മൈഗ്രേഷൻ പറയുന്നതാണ് വേൾഡിൽ സെക്കൻഡ് ലാർജസ്റ്റ് മൈഗ്രേഷൻ. ഇപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ വേൾഡ് വൈഡ് 31 മില്യൺ NRIs ആണ് ഉള്ളത്. അതില് 8.5 മില്യൺ NRIs ആക്ച്വലി ഗൾഫിലാണ്. അതില് ഏകദേശം 23-24 ലക്ഷം കേസാണ് ഗൾഫിലുള്ളത്. ഇതിലും നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പൊ നോക്കുകയാണെങ്കിൽ UAE 31 ലക്ഷം, സൗദിയിൽ 28 ലക്ഷം, കുവൈറ്റില് ഏകദേശം 10 ലക്ഷത്തോളം എന്നുള്ളതൊക്കെയാണ് ഓവറോൾ ആയിട്ടുള്ള കണക്ക്. അപ്പോ ഈ സിറ്റുവേഷനിൽ നോക്കുകയാണെങ്കിൽ നമ്മളെ ഈ NRIസിന്റെ റെമിറ്റൻസ് വെച്ച് ഇത്രയും കാലം ആക്ച്വലി നമ്മളെ കേരളം എന്നുള്ള ഒരു സംസ്ഥാനം, കൊച്ചു സംസ്ഥാനം ആക്ച്വലി ഇത്രയും കാലം ഒരു സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് പ്രകാരം ഒരു പ്രത്യേക സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് ഉണ്ടായിരുന്നു കേരളത്തില്. പക്ഷെ ഈ കോവിഡ് സിറ്റുവേഷൻ വന്നത് കാരണം ഇപ്പൊ കുറെ ആൾക്കാർക്ക് ജോലി നഷ്ടപ്പെട്ട് കുറെ പ്രോബ്ലംസ് വരുന്നുണ്ട്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ കുവൈറ്റില് എക്സ്പാറ്റ്സ് കോട്ട
എന്നുള്ള രീതിയിൽ ഒരു ബില്ല് അവതരിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ ഈ NRI റെമിറ്റൻസ് ഏകദേശം കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇപ്പൊ നമ്മൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ ഒരു സിറ്റുവേഷനിൽ എങ്ങനെയാണ് ആക്ച്വലി നമ്മൾ ഹാൻഡിൽ ചെയ്യാന്നുള്ളതാണ് ഇപ്പൊ നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്ന ഒരു വിഷയം. അപ്പോ ഞാൻ ഇപ്പോ പറയുമ്പോ കഴിഞ്ഞ 14-15 തൊട്ടിന് ഇടയിൽ നോക്കുകയാണെങ്കിൽ ഏകദേശം NRIs കേരളത്തിൽ അയച്ച എമൗണ്ട് നോക്കുകയാണെങ്കിൽ 8 ലക്ഷം കോടിയോളം വരും. നമ്മളെ ആനുവൽ റെമിറ്റൻസ് $0.8 ബില്യൺ എന്നുള്ളതാണ് ഒരു 2018 ഒരു കണക്ക്. അപ്പൊ ഇത് ഫ്യൂച്ചറിലേക്ക് ഇപ്പൊ വളരെ കുറഞ്ഞു വരുന്നുള്ളത് 100% ഉറപ്പാണ്. അപ്പൊ ഈ ഇത്രയും റെമിറ്റൻസ് കഴിഞ്ഞ 14 കൊല്ലം 15 കൊല്ലത്തെ റെമിറ്റൻസ് 8 ലക്ഷം പ്രോപ്പറായിട്ട് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് അതിന്റെ ഒരു 50% നമ്മൾ പ്രോപ്പറായിട്ട് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ ആക്ച്വലി കേരളം ഇന്നൊരു വളരെ ഡെവലപ്ഡ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ് ആയിട്ട് മാറിയിരുന്നു. ഇറ്റ് വിൽ ബി വൺ ഓഫ് ദ റിച്ചസ്റ്റ് സ്റ്റേറ്റ്സ് എന്ന് പറയാം. ബട്ട് നമ്മൾ സ്പെൻഡ് ചെയ്ത മണി മോസ്റ്റ്ലി ഇറ്റ് വാസ് ഫോർ ലൈഫ് സ്റ്റൈൽ പർപ്പസസ്, ബിൽഡിംഗ് ഹൗസ്, ഇങ്ങനത്തെ ഓരോ പർപ്പസിന് വേണ്ടിയിട്ടുള്ളത് കാരണം ആക്ച്വലി ഇതിന്റെ പ്രോപ്പർ ആയിട്ടുള്ള ഒരു യൂട്ടിലൈസേഷൻ വന്നിട്ടില്ല. അപ്പൊ ഈ ഒരു പോയിന്റ് പ്രധാനമന്ത്രി പറയുന്ന പോലെ നമ്മളിപ്പോ ഫ്രീ റെഗുൽ 2.0 എന്നുള്ള രീതിയിൽ നമ്മളിപ്പോ തിങ്ക് ചെയ്യാണ് ഇപ്പോ. അപ്പോ ആ ഒരു സിറ്റുവേഷനിൽ നമ്മൾ വളരെയധികം മാറ്റങ്ങൾ വരുത്തേണ്ടിയിരിക്കുന്നു നമ്മളെ തിങ്കിങ്ങിൽ എങ്ങനെയാണ് നമ്മൾ ഫ്യൂച്ചർ ഹാൻഡിൽ ചെയ്യേണ്ടതെന്നുള്ള. അപ്പൊ കൊറോണ ക്രൈസിസ് ആക്ച്വലി ഇതൊരു ശ്രീ സുബ്രഹ്മണ്യം, ഞാൻ ശ്രീ വിഭീഷ് തിക്കോടിയിലേക്ക് പോകുന്നതിന് മുമ്പ് ഒറ്റ കാര്യം കൂടി ശ്രീ സുബ്രഹ്മണ്യത്തോട് ചോദിക്കട്ടെ. ഇപ്പോൾ ആത്മനിർഭർ ഭാരത്, സ്വയം പര്യാപ്തത എന്ന ആശയത്തിനാണ് അതിൽ കൂടുതൽ ഊന്നൽ നൽകുന്നത്. ഭാരതം കൂടുതൽ സ്വയം പര്യാപ്തതയിലേക്ക് നീങ്ങുകയാണ്. അപ്പോൾ ഈ കൊറോണ വൈറസ് വ്യാപനത്തെ തുടർന്ന് വിദേശത്ത് തൊഴിൽ നഷ്ടപ്പെട്ട് തിരിച്ചെത്തുന്ന ഒരുപാട് പ്രവാസി സഹോദരികൾ ഉണ്ട്. അവരുടെ ഒരു നൈപുണ്യം, പല മേഖലകളിലും അവർക്കുള്ള വൈദഗ്ധ്യം കൂടി കണക്കിലെടുത്തുകൊണ്ട് അവരെ കൂടി ഉൾക്കൊള്ളുന്ന ചില പാക്കേജുകൾ ഈ ആത്മനിർഭർ ഭാരതിലും ഉൾപ്പെടുത്തേണ്ടതുണ്ട്. അത്തരത്തിൽ ഒരു പുതിയ വ്യാവസായിക അന്തരീക്ഷം കേരളം അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ ഉണ്ടാകേണ്ടതുണ്ട്. അക്കാര്യത്തിൽ ഇപ്പോൾ നിങ്ങൾ 4 പേരും കുവൈറ്റിൽ ഇരുന്നു കൊണ്ടാണ് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത്. കുവൈറ്റിലെ ഇന്ത്യൻ സമൂഹത്തിന്, കുവൈറ്റിലെ പ്രവാസി സമൂഹത്തിന് അക്കാര്യത്തിൽ എന്ത് നിർദ്ദേശമാണ് മുന്നോട്ട് വയ്ക്കാനുള്ളത്? അതെ, നിങ്ങൾ പറഞ്ഞത് വളരെയധികം ശരിയാണ് ആക്ച്വലി. കാരണം എന്താന്ന് വെച്ചാൽ ഇപ്പോ ഈ സിറ്റുവേഷനിൽ നമ്മൾ ആത്മനിർഭർ ഭാരത് എന്നുള്ളൊരു നെസസിറ്റി ആയിട്ട് മാറിയിരിക്കുകയാണ്. കാരണം എന്താ വെച്ചാൽ ലോകത്തിലെ ഇപ്പൊ സപ്ലൈ ചെയിൻസ് ഇപ്പം ആക്ച്വലി ഡിസ്റപ്റ്റഡ് ആണ് ബിക്കോസ് ഓഫ് കൊറോണ. അപ്പൊ ഈ ഡിസ്റപ്ഷനിൽ നമ്മൾ പുതിയതായിട്ട് ഇപ്പൊ നമ്മളിപ്പോ പറയാം ആത്മനിർഭർ ഭാരത് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ആക്ച്വലി നോട്ട് ഷട്ടിങ് ഡൗൺ. നമ്മൾ ഷട്ട് ഡൗൺ അല്ല ചെയ്യുന്നത്. നമ്മൾ ആക്ച്വലി ചെയ്യുന്നത് ആത്മനിർഭർ ഭാരത് എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഇറ്റ്സ് എ കോൺഫിഡന്റ് ആസ്പയറിംഗ് ഇന്ത്യ which is actually with all self-belief in itself is actually ready to take on the work. ഇതാണ് ആക്ച്വലി ഇതിന്റെ പിന്നിലുള്ള മെസ്സേജ്. അപ്പൊ വി ഷുഡ് ബി ബെസ്റ്റ് ഇൻ ക്ലാസ്. അപ്പൊ തിങ്കിങ്ങിൽ തന്നെ കംപ്ലീറ്റ് ആയിട്ട് ഒരു ചേഞ്ച് വരുത്തേണ്ട ഒരു ആവശ്യം വന്നിരിക്കുന്നു. ഇപ്പൊ ആക്ച്വലി കേരളത്തിലും അതേപോലെ ഇന്ത്യ ഇതേപോലെ ഇപ്പൊ നമ്മൾ നാട്ടിലേക്ക് തിരിച്ചു പോകുന്ന ഇന്ത്യൻസിന്റെ ഒരു സ്വദേശ് എന്ന് പറഞ്ഞിട്ട് ഒരു കണക്കെടുക്കുന്നുണ്ട് സ്കിൽ. അപ്പൊ റിട്ടേൺ ചെയ്യുന്ന NRIസിന് എന്തൊക്കെ സ്കിൽസ് ഉണ്ട്, അപ്പൊ അതിന്റെ ഒരു ഡാറ്റാബേസ് ആക്കുക. അതൊന്നാണ് ആക്ച്വലി ഇതിന്റെ ഒരു തുടക്കം എന്നുള്ള രീതിയിൽ വരുന്നു. അപ്പോ അതൊന്നും നമ്മൾ ഡെവലപ്പ് ചെയ്തിട്ട് എങ്ങനെയാണ് നമ്മൾ വ്യാവസായികമായിട്ടും ഇതിന്റെ യൂട്ടിലൈസേഷൻ എങ്ങനെ കൊണ്ടുപോകാൻ പറ്റും എന്നുള്ളത്, പുതിയ ഇന്നോവേഷൻ, പുതിയ ടെക്നോളജി, ഇതൊക്കെ എങ്ങനെ നമ്മൾ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും എന്നുള്ളത് നമ്മൾ ഇതിനൊരു കോൺക്രീറ്റ് ആയിട്ടുള്ള ഒരു ആക്ഷൻ പ്ലാൻ ഉണ്ടാക്കണം. അക്കാര്യത്തിലൊരു പുതിയ മാർഗരേഖയും പുതിയ ആലോചനകളും ആവശ്യമാണ് എന്നാണ് ശ്രീ സുബ്രഹ്മണ്യം ഈ ചർച്ചയുടെ ആമുഖമായി പറഞ്ഞു വയ്ക്കുന്നത്. വിഭീഷ് തിക്കോടി, ഇനി നമുക്ക് മനുഷ്യൻ്റെ ഒരു പൊതുബോധത്തിലേക്കും അവൻ്റെ ശീലങ്ങളിലേക്കും സാംസ്കാരിക മേഖലയിലേക്കും ഒക്കെ വരാം. ഇവിടെ മനുഷ്യൻ്റെ ശീലങ്ങളിൽ ഒരു വലിയ മാറ്റം വന്നിട്ടുണ്ട്. ഞാൻ നേരത്തെ പല ചർച്ചകളിലും പറഞ്ഞത് ഒരിക്കൽ കൂടി ആവർത്തിക്കുകയാണ്. നമ്മുടെയൊക്കെ കൈകൾ ഇത്രയധികം ശുദ്ധീകരിക്കപ്പെട്ട ഒരു കാലം ഇതിനു മുമ്പ് ഉണ്ടായിട്ടില്ല. അവൻ്റെ ശുചിത്വ ബോധത്തിലൊക്കെ വലിയ രീതിയിലൊരു മാറ്റം വന്നിട്ടുണ്ട്. മുമ്പൊക്കെ സാനിറ്റൈസർ ആരെങ്കിലുമൊക്കെ ഉപയോഗിക്കുമ്പോൾ ചിലരൊക്കെ കളിയാക്കിയിരുന്നു, ഇത്രയധികം വൃത്തിയൊക്കെ വേണമോ എന്ന്. പക്ഷേ ഇന്നത് നമ്മുടെ ഒരു നിത്യജീവിതത്തിൻ്റെ ഭാഗമായി കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ സാമൂഹിക അകലം പാലിച്ചുകൊണ്ട് തന്നെ പല തലങ്ങളിൽ കൂടുതൽ അടുപ്പം സ്ഥാപിക്കാൻ മനുഷ്യർ ഇപ്പോൾ ശ്രമിക്കുന്നുണ്ട്. അകലത്തിലാണ്, പക്ഷേ ഹൃദയങ്ങൾ തമ്മിൽ കൂടുതൽ എങ്ങനെ അടുക്കാം,
അത്തരം ചില കണ്ടെത്തലുകളിലേക്കും നമ്മുടെ ഒരു സാംസ്കാരിക ബോധവും പൊതുബോധവും ഒക്കെ വളർന്നിട്ടുണ്ട്. അപ്പോൾ ഈ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു പുതിയ കാലത്ത് ഒപ്പം ഭാരതവും മാറുകയാണ്. ആത്മനിർഭർ ഭാരത്, സ്വയം പര്യാപ്ത ഇന്ത്യ എന്ന ആശയം മുന്നോട്ട് വയ്ക്കുകയാണ്. അവിടെ നമ്മൾ പ്രതിഷ്ഠിക്കേണ്ട നമ്മുടെ ഒരു മൂല്യബോധവും ശുചിത്വബോധവും പാരിസ്ഥിതിക ബോധവും ഏത് രീതിയിലായിരിക്കണം? ജീവിത വിജയം തേടി വിദൂര പ്രദേശങ്ങളിലേക്ക് ചേക്കേറിയവരാണ് പ്രവാസികൾ. അവരുടെ പ്രയത്നശീലം കൊണ്ടും ലക്ഷ്യബോധം കൊണ്ടും കർമ്മമേഖല കൊണ്ടും നാടിന്റെ ചരിത്രം മാത്രമല്ല, അല്ലെങ്കിൽ വൈയക്തികമായ ചരിത്രമല്ല, സാമൂഹികവും സാമ്പത്തികവും സാംസ്കാരികമായ ഭൂപടങ്ങളിൽ തൻ്റെതായ കയ്യൊപ്പ് ചാർത്തിയ പ്രവാസികൾക്ക് നമ്മുടെ നാടിന്റെ ക്ഷേമത്തിന് വേണ്ടിയിട്ട് മറ്റെല്ലാവരെക്കാട്ടിയും കൂടുതൽ ചെയ്യാൻ സാധിക്കും. ഒരു ഭരണകൂടത്തിന് മാത്രം ക്ഷേമം കൊണ്ടുവരാൻ സാധ്യമല്ല. ആ നാട്ടിലെ ജനത, പൗരന്മാർ ഉണർന്നു കഴിഞ്ഞുകൊണ്ട് ലക്ഷ്യബോധത്തിനനുസരിച്ചുകൊണ്ട് അവരുടെ ധർമ്മം നിറവേറ്റുമ്പോഴാണ് രാഷ്ട്രം അതിന്റെ ക്ഷേമം അല്ലെങ്കിൽ അതിന്റെ വൈഭവം അതിന്റെ ഏറ്റവും ഉയർന്ന അവസ്ഥയിലേക്ക് നീങ്ങുക എന്ന് പറയുന്നത്. അപ്പൊ പ്രവാസി സമൂഹത്തിന് ഗണ്യമായ പരിവർത്തനം കൊണ്ടുവരാൻ സാധിക്കും എന്ന് പറയുന്നത് ഇതുവരെ ഉണ്ടായിരുന്ന സാമൂഹിക ബോധങ്ങളിൽ, അതായത് തന്റെ വീട്ടിലേക്കുള്ള അടുപ്പ് പുകയുന്നതിന് വേണ്ടി മാത്രമല്ല, ഒരു നാടിന്റെ സാമ്പത്തികമായ നട്ടെല്ല് താങ്ങി നിർത്തുന്നത് എന്റെ തൊട്ടു മുമ്പ് സൂചിപ്പിച്ചിട്ടുള്ള സുബ്രഹ്മണ്യൻ സാർ സൂചിപ്പിച്ചതുപോലെ ഇന്റർനാഷണൽ റെമിറ്റൻസ് ഏറ്റവും കൂടുതൽ ലഭിക്കുന്ന ഒരു രാഷ്ട്രമാണ് ഭാരതം എന്ന് പറയുന്നത്. അത് നിക്ഷേപിക്കുന്നതോ നമ്മുടെ പ്രവാസികളാണ്. സാധാരണക്കാരായിട്ടുള്ള പ്രവാസികൾ അവരുടെ ചോര നീരാക്കിക്കൊണ്ട് നാട്ടിലേക്ക് അയക്കുന്ന പണമാണ് ഇന്ന് നമ്മുടെ കേരളത്തിന്റെ ഈ ഇന്ന് കാണുന്ന അമ്പരചുംബികളായിട്ടുള്ള കെട്ടിടങ്ങളും നമ്മുടെ എല്ലാ കാര്യങ്ങളും ഉണ്ടായിട്ടുള്ളത് എന്നത് പറയാതിരിക്കാൻ നമുക്ക് വയ്യ. പക്ഷേ ഇവിടെ നിർധനരായിട്ടുള്ള, നിരാലംബരായിട്ടുള്ള, പിന്നോക്ക മേഖലയിലുള്ള ഇവരെയൊക്കെ കൈപിടിച്ചുയർത്തുന്ന പ്രവർത്തനങ്ങളിലും കൂടിയിട്ട് നമ്മുടെ പ്രവാസി സമൂഹം എന്നും മുമ്പിലായിരുന്നു. ഉദാഹരണത്തിന് ഏത് തരത്തിലുള്ള പ്രതിസന്ധികൾ വരുന്ന സമയത്തും പ്രവാസികൾ മതം ഒക്കെ മറന്നുകൊണ്ട് പിറന്ന നാടിനോട് കൂടിയുള്ള അവന്റെ ഒടുങ്ങാത്ത സ്നേഹവും വികാരവും ചേർത്ത് വെച്ചുകൊണ്ട് എന്തൊക്കെ അപര്യാപ്തതകളുണ്ടോ ആ അപര്യാപ്തതകളൊക്കെ നികത്തുന്ന ഒരു ചരിത്രമാണ് നാം ഇതുവരെ കണ്ടത്. അതാണ് ചരിത്രം, ശ്രീ വിപീഷ് തിക്കോടി. പക്ഷേ ആ ഒരു ചരിത്രത്തിന് അർഹമായ വിധത്തിലുള്ള ഒരു പരിഗണനയും ആദരവും ഈ കൊറോണ കാലത്ത് പ്രവാസി സമൂഹത്തിന് തിരികെ നൽകുന്നതിൽ എന്തെങ്കിലും രീതിയിലുള്ള ഒരു പിശുക്ക് കേരളീയർ കാണിച്ചിട്ടുണ്ടോ? ഇപ്പോൾ കേരളത്തെ കേരളമാക്കിയതിൽ നിർണായകമായ പങ്ക് വഹിച്ചവരാണ് പ്രവാസി സമൂഹം. ആ ഒരു വിലയും പരിഗണനയും ഈ കൊറോണ കാലത്ത് കിട്ടിയിട്ടുണ്ട് എന്ന് നമുക്കങ്ങനെ തറപ്പിച്ച് പറയാൻ സാധിക്കുമോ? ഇപ്പോൾ കൊറോണ വൈറസ് വ്യാപനത്തിൻ്റെ ആദ്യഘട്ടത്തിൽ പ്രവാസികളുടെ ഒരു തിരിച്ചുവരവ് കൂടി തുടങ്ങിയ ഘട്ടത്തിൽ ഇവിടെ ഒരു വേള ഈ രോഗം പരത്തുന്നവർ പ്രവാസികളാണ് എന്ന രീതിയിൽ പോലുമുള്ള വികലമായ പ്രചരണങ്ങൾ പല ഘട്ടങ്ങളിൽ ഉയരുകയുണ്ടായി. അതിനെയെല്ലാം മറികടന്നു ഇപ്പോൾ കൊറോണ വൈറസ് വ്യാപനത്തിൻ്റെ ഉത്തരവാദികൾ പ്രവാസികളൊന്നുമല്ല എന്ന തിരിച്ചറിവിലേക്ക് കേരളം എത്തി. സമ്പർക്ക രോഗവ്യാപനം അതിൻ്റെ അങ്ങേയറ്റം പരകോടിയിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. നമ്മുടെ വിഷയം ഈ പ്രവാസികൾ അവർ അർഹിക്കുന്ന ആദരവും മാന്യതയും അവർക്ക് ഈ കൊറോണ കാലത്ത് കേരളം തിരികെ നൽകിയിട്ടുണ്ടോ എന്നതാണ്. തീർച്ചയായിട്ടും അതിജീവനത്തിനായി നാട് വിട്ടിട്ടുള്ള എല്ലാ പ്രവാസികളും നാടിന്റെ സാംസ്കാരികപരമായ അംബാസിഡർമാരാണ്, അല്ലെങ്കിൽ കൾച്ചറൽ അംബാസിഡേഴ്സ് ആണ്. അപ്പൊ അവര് പരസ്പരം മനസ്സിലാക്കിക്കൊണ്ട് നാടിനു വേണ്ടി ചെയ്യുന്ന സേവനങ്ങൾ ഇതുവരെ അല്ലെങ്കിൽ അതിന്റെ അർഹിക്കുന്ന തരത്തില് പൊതുസമൂഹം കണ്ടോ എന്നുള്ളത് തികച്ചും ചിന്തനീയമാണ്. ഇപ്പം നാഗരികതകളുടെ സംഘടന നടക്കുന്നു, അല്ലെങ്കിൽ ഉപഭോഗ സംസ്കാരത്തിന്റെ നീരാളി പിടുത്തത്തില് ചൂഷണത്തിന് വിധേയമാക്കിക്കൊണ്ടിരിക്കുന്ന കേരളത്തില് നമ്മൾ വെറും ഒരു മണി അയക്കുന്ന അല്ലെങ്കിൽ പണത്തിന് വേണ്ടിയിട്ടുള്ള ഒരു മാത്രം ഉപാധിയായിട്ട് കാണുന്ന കാഴ്ചപ്പാട് മാറിക്കൊണ്ട് സമാജത്തിന്റെ സമൂഹത്തിന്റെ ഭാഗമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഒരു സാംസ്കാരികപരമായ ഒരു അപജയം, ഒരു ക്രൈസിസ് നമ്മുടെ കേരളത്തില് അല്ലെങ്കിൽ എല്ലാ മേഖലകളിലും നടക്കുന്നുണ്ട്. ഈ സാംസ്കാരികപരമായ അപജയത്തിന്റെ ഭാഗമാണ് പ്രവാസികളെ വേറിട്ട കണ്ണിൽ കാണുന്നത്. അപ്പൊ ആ ഒരു അപജയം ഇല്ലാതിരിക്കണമെങ്കിൽ സഹവർത്തിത്വത്തിന്റെ സമന്വയത്തിന്റെ പാതയിലൂടെ എല്ലാവർക്കും ചേർന്നുകൊണ്ട് പൗരബോധം, ധാർമ്മിക ബോധത്തിലൂടെ
ഓർന്നു നിന്നുകൊണ്ട് പിറന്ന നാടിന്റെ ക്ഷേമത്തിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? അവിടെ ജാതിയില്ല, മതമില്ല, രാഷ്ട്രീയമില്ല. അതെ, നാടിന് വേണ്ടി നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും എന്ന തരത്തിലുള്ള ചിന്ത ഉയർത്തിക്കൊണ്ടുവന്നുകൊണ്ട് മിതവ്യയത്തിലൂടെ, ലളിതമായ ജീവിതത്തിലൂടെ ഇത്തരത്തിലുള്ള സാംസ്കാരിക പുഴുക്കുത്തുകളെ ഇല്ലായ്മ ചെയ്യുവാൻ വേണ്ടിയിട്ടുള്ള സാംസ്കാരിക ബോധന പ്രക്രിയകളാണ് ഈ നാടിന് ആവശ്യം. യെസ്, ആ ഒരു തിരിച്ചറിവ് ആണ് പ്രാഥമികമായി ഏവരിലും വേണ്ടത്. ശ്രീമതി ഷെറിൻ ഷാജു, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എല്ലാ മേഖലകളിലും തിരിച്ചടികൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഭാരതത്തിൻ്റെ ഒരു സ്വയം പര്യാപ്തത, കേരളമടക്കമുള്ള സംസ്ഥാനങ്ങളുടെ ഒരു സാമ്പത്തിക വളർച്ച, ഇതിനൊക്കെ തടസ്സങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ഇക്കാര്യത്തിൽ എന്തെങ്കിലും പ്രവാസി സമൂഹത്തിന് കാര്യമായ സംഭാവന ചെയ്യണമെങ്കിൽ നേരത്തെ പ്രവാസി സമൂഹത്തിൻ്റെ നിസ്തുലമായ സംഭാവനകളിലൂടെയാണ് രാജ്യത്തിൻ്റെ ഒരു സാമ്പത്തിക വളർച്ച ത്വരിതപ്പെട്ടത്, കേരളം ഇന്ന് കാണുന്ന കേരളമായി മാറിയതൊക്കെ. പക്ഷേ ഇന്നിപ്പോൾ ആ രീതിയിലുള്ള സംഭാവന സാമ്പത്തികമായും അല്ലാത്ത വിധത്തിലും പ്രവാസി സമൂഹത്തിന് പെട്ടെന്നങ്ങ് ചെയ്യാൻ ചില ബുദ്ധിമുട്ടുകൾ ഉണ്ട്. കാരണം ഗൾഫിൽ നിന്നും പലരും ജോലി നഷ്ടപ്പെട്ടാണ് ഇങ്ങോട്ടേക്ക് തിരിച്ചു വരുന്നത്. അവിടെ തുടരുന്നവർക്ക് തന്നെ ഇനി നാളെ ജോലി ഉണ്ടാകുമോ എന്ന ഒരു അവസ്ഥയുണ്ട്. കുട്ടികൾക്ക് ഭാരിച്ച വിദ്യാഭ്യാസ ചെലവാണ്, പഠന ചെലവാണ്, ഓൺലൈൻ പഠനത്തിന് അതിൻ്റേതായിട്ടുള്ള ചെലവും പ്രതിസന്ധികളും ഒക്കെയുണ്ട്. ഇതിനിടയിൽ സ്കൂൾ ഫീസ് അടയ്ക്കാനുള്ള പെടാപ്പാടുകൾ, രക്ഷിതാക്കൾ വലിയ ബുദ്ധിമുട്ടിലാണ്. രക്ഷിതാക്കൾക്ക് അവരുടെ ജോലി സ്ഥിരത ഒരു വലിയ പ്രശ്നമാണ്. അപ്പോൾ ഇതെല്ലാം അവരവരുടെ ഈ തിരക്കുകൾ, പ്രശ്നങ്ങൾ ഇതെല്ലാം മാറ്റിവെച്ചുകൊണ്ട് രാഷ്ട്രത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യണം, അല്ലെങ്കിൽ നിങ്ങളുടെ മാതൃരാജ്യത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്ന് ഇപ്പോൾ പെട്ടെന്ന് അങ്ങ് ആവശ്യപ്പെട്ടാൽ ഇതുവരെ ചെയ്തതുപോലെ പ്രവാസി സമൂഹത്തിന് ചെയ്യാനാകില്ല. എങ്കിലും ഈ പ്രതിസന്ധിയെ മറികടക്കാൻ പ്രവാസി സമൂഹത്തിന് എന്ത് നിർദ്ദേശങ്ങൾ മുന്നോട്ട് വയ്ക്കാനാകും? അല്ല, നമ്മൾ ആദ്യം പറയേണ്ടത് പ്രവാസികളുടെ ഒരു കോൺട്രിബ്യൂഷനെ പറ്റി പറയുമ്പോൾ, അല്ലെങ്കിൽ നിർദ്ദേശങ്ങളെ പറ്റി പറയുമ്പോൾ, ഇപ്പൊ നിങ്ങൾ എല്ലാവരും ഇവിടെ സൂചിപ്പിച്ച പോലെ നിരവധിയായിട്ടുള്ള പ്രവാസികളാണ് ഇവിടുന്ന് ജോലി നഷ്ടപ്പെട്ടിട്ടൊക്കെ നാട്ടിലേക്ക് തിരിച്ചു പോകേണ്ടി വരുന്നത്. അപ്പൊ അങ്ങനെയുള്ള ആളുകൾക്ക് ഇപ്പോ പലരും അൺസ്കിൽഡ് ആയിട്ട് ലേബേഴ്സ് ആയിട്ട് ഇവിടെ വന്നിട്ടുള്ളവർ പോലും പലരും ഇവിടുത്തെ ടെക്നോളജികളും കാര്യങ്ങളും എല്ലാം അഭ്യസിച്ചുകൊണ്ട്, അതുപോലെ തന്നെ സ്കിൽഡ് ആയിട്ടുള്ള വർക്കേഴ്സ് പോലും മൾട്ടിനാഷണൽ കമ്പനീസിലൊക്കെ ജോലി ചെയ്തുകൊണ്ട് ഏറ്റവും പുതിയ ടെക്നോളജികളിലൊക്കെ നല്ലോണം എക്സ്പെർട്ടൈസ് നേടിക്കൊണ്ടാണ് തിരിച്ചു പോകുന്നത്. അപ്പൊ അങ്ങനെയുള്ള ആളുകളുടെ പുനരധിവാസത്തിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അങ്ങനെയുള്ള ആളുകളെ മാക്സിമം നമ്മുടെ രാഷ്ട്ര പുരോഗതിക്ക് വേണ്ടിയിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടി തക്കതായിട്ടുള്ള പദ്ധതികൾ നമ്മുടെ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാവേണ്ടതുണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ നാടിന്റെ ഏറ്റവും വലിയ ക്യാപിറ്റൽ എന്ന് പറയുന്നത് ഹ്യൂമൻ റിസോഴ്സ് ക്യാപിറ്റലാണ്. അപ്പൊ ഈ ഹ്യൂമൻ റിസോഴ്സ് ക്യാപിറ്റൽ ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ പ്രവാസികൾ ഇത്ര നാള് അയച്ചിരുന്ന പണം നമ്മുടെ സ്വന്തം ലൈഫ് സ്റ്റൈലിന് വേണ്ടി മാത്രമാണ് ഉപയോഗിച്ചിരുന്നത് എന്നുള്ളതിനെ ചിലപ്പോൾ ഒരു തരത്തിൽ അംഗീകരിക്കാൻ കഴിയാതെ വരും. കാരണം ലൈഫ് സ്റ്റൈലിന് വേണ്ടി ഉപയോഗിക്കുമ്പോൾ പോലും ഒരു ഇൻഡയറക്ട്ലി അത് നമ്മുടെ എക്കോണമീനെ ബൂസ്റ്റ് ചെയ്യുന്നുണ്ട്. ഒരു പ്രവാസി ഒരു കുടുംബത്തിന് വേണ്ടി അയക്കുന്ന പണം അത് ആ കുടുംബം സഞ്ചരിക്കുന്ന ഓട്ടോറിക്ഷക്കാരന് കൊടുക്കുന്നുണ്ട്, അതുപോലെ തന്നെ അവർ പോകുന്ന ടെക്സ്റ്റൈൽ ഷോപ്പുകാർക്ക് കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇൻഡയറക്ട്ലി അതുവഴി പല കുടുംബങ്ങളും ഈ പണം കൊണ്ട് തന്നെ അതിൻ്റെതായ ബെനിഫിറ്റ്സ് നേടുന്നുണ്ട്. അപ്പൊ ഈ ഒരു ഇത്തരത്തിൽ നമ്മുടെ എക്കോണമിനെ അല്ലെങ്കിൽ നമ്മുടെ സമ്പദ് വ്യവസ്ഥയെ ബൂസ്റ്റ് ചെയ്യുന്ന തരത്തിലുള്ള പ്രവാസികളുടെ ഈ ഒരു പുനരധിവാസത്തിന് വേണ്ടിയിട്ട് തീർച്ചയായിട്ടും നമ്മുടെ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത്. ശ്രീമതി ഷെറിൻ ഷാജു, അക്കാര്യത്തിൽ സംസ്ഥാന സർക്കാരിന് കുറച്ചുകൂടി കൂടുതൽ ഉത്തരവാദിത്തം നിർവഹിക്കാനാകില്ലേ? ഇപ്പോൾ കേന്ദ്ര സർക്കാർ ചെയ്യേണ്ട കാര്യങ്ങൾ ഞാൻ വില കുറച്ച് കാണുകയല്ല, പക്ഷേ കേരളത്തിൽ അറിയാമല്ലോ, കേരളത്തിൻ്റെ ഒരു സാമ്പത്തിക വളർച്ചയ്ക്ക് വേണ്ടിയും വിദ്യാഭ്യാസപരമായ വളർച്ചയ്ക്ക് വേണ്ടിയും ഒക്കെ പ്രവാസി സമൂഹം എന്തെല്ലാം ചെയ്തു എന്നത്. കേരളത്തിൻ്റെ പല പ്രദേശങ്ങളും മിനി ഗൾഫ് എന്ന പേരിൽ അറിയപ്പെടുന്ന കുറേ പ്രദേശങ്ങൾ ഈ സംസ്ഥാനത്തിനകത്തുണ്ട്. അത്രയും നമുക്ക് ബന്ധമുണ്ട് ഗൾഫ് രാജ്യങ്ങളുമായി. അപ്പോൾ ഇവിടെ ഈ തിരിച്ചെത്തുന്ന ഈ പ്രവാസികളുടെ സ്കിൽ, നേരത്തെ ഷെറിൻ പറഞ്ഞതുപോലെ ആ സ്കിൽ നമുക്ക് ഉപയോഗിക്കാനാകണം. അതിന് അനുയോജ്യമായ ഒരു വ്യാവസായികമായ സംസ്കാരം കേരളത്തിൽ ഉണ്ടാക്കിയെടുക്കണം. ഇവിടെ അതാണോ ഉള്ളത്? അല്ല. ഒരു പുതിയ വ്യവസായ സംരംഭം തുടങ്ങണമെങ്കിൽ ചുവപ്പ് നാട സൃഷ്ടിക്കുന്ന സങ്കീർണതകൾ ഏറെ. അതിനപ്പുറം നാട്ടിലെ പല രാഷ്ട്രീയ പ്രവർത്തകരെയും വേണ്ടതുപോലെ വേണ്ട രീതിയിൽ കണ്ടില്ലെങ്കിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, സർക്കാർ ഉദ്യോഗസ്ഥർക്ക് സർക്കാർ ഓഫീസുകളിൽ പോകുമ്പോൾ നൽകേണ്ട കൈക്കൂലി, ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ. ഈ നേരത്തെ ഞാൻ പറഞ്ഞ വേണ്ട രീതിയിൽ കണ്ടില്ലെങ്കിൽ കൊടികുത്തി സമരം, ഇപ്രകാരം ഒരുപാട് പ്രശ്നങ്ങൾ കേരളത്തിലുണ്ട്. ഈ പ്രശ്നങ്ങൾ കൂടി മാറണം. അങ്ങനെ ഒരു പുതിയ വ്യാവസായിക സംസ്കാരം കേരളത്തിൽ ഉണ്ടായിത്തീരണം, വേണ്ടേ?
തീർച്ചയായിട്ടും നമ്മൾ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള പിന്നെ പദ്ധതികളെ പറ്റിയിട്ട് പറയുകയാണെങ്കിൽ ഇപ്പൊ ഈ കോവിഡ് കാലത്ത് ഇത്രയധികം പ്രശ്നങ്ങൾ സംഭവിച്ചുകൊണ്ട് പലർക്കും തിരിച്ച് നാട്ടിൽ വെക്കേഷന് വേണ്ടി നാട്ടിൽ പോയ പലർക്കും തിരിച്ചിങ്ങോട്ട് കയറി വരാൻ പറ്റാത്ത അവസ്ഥയിൽ ഏറ്റവും ആദ്യം അവർക്കൊരു സഹായധനം പ്രഖ്യാപിച്ച പിന്നെ വേറെ ഒരു സർക്കാരും നമ്മുടെ സംസ്ഥാന സർക്കാരുകളും നമ്മുടെ നാട്ടിൽ ഉണ്ടായിട്ടില്ല. കേരള ഗവൺമെന്റ് തന്നെയാണ് അതിൽ മുൻകൈ എടുത്തത്. എല്ലാവർക്കും 5000 രൂപ പ്രഖ്യാപിച്ചുകൊണ്ടുള്ള ഒരു പ്രഖ്യാപനം നടത്തിയത് നമ്മുടെ സർക്കാരിന്. പക്ഷെ അത് പലർക്കും കിട്ടിയിട്ടില്ല, അതാണ് പ്രശ്നം. അത് കിട്ടിയിട്ടില്ല എന്നുള്ള കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അത് തീർച്ചയായിട്ടും നോർക്ക വഴിയൊക്കെ അതിനെ ബന്ധപ്പെട്ടലും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തിരുന്നപ്പോ അത് പലരും ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ടുള്ള എൻട്രീസ് വന്നത് കൊണ്ട് പലതും പഞ്ചായത്തുകൾ വഴിയൊക്കെ ചെയ്യാൻ സമയമെടുക്കും. കാരണം ഒരുപാട് ആളുകൾ 1-2 ആളുകളല്ലല്ലോ ഇതിനു വേണ്ടി അപേക്ഷിച്ചിട്ടുള്ളത്. ഒരുപാട് ആളുകൾ ഇതിനു വേണ്ടി അപേക്ഷിച്ചിട്ടുണ്ട്. പലതും ശരിക്കും വളരെയധികം സ്ക്രൂട്ടനൈസ് ചെയ്തുകൊണ്ട് തന്നെയാണ് അത് കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ അതോടൊപ്പം തന്നെ ഒരുപാട് ഈ പറഞ്ഞത് തരത്തിലുള്ള ചുവപ്പ് നാടയിൽ കുടുങ്ങിക്കിടക്കുന്ന പോലത്തെ ഫയൽസും കാര്യങ്ങളിലെ പ്രശ്നങ്ങളെല്ലാം വർഷങ്ങളായി നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അതിനൊക്കെ ഒരു പോസിറ്റീവായിട്ടുള്ള മാറ്റങ്ങൾ ഈ ഒരു കാലഘട്ടത്തിൽ വന്നു എന്നുള്ളത് നമ്മൾ വിസ്മരിക്കാൻ പാടുള്ളതല്ല. കഴിഞ്ഞ എല്ലാവരും ഒരുപാട് വിമർശിക്കുന്ന ഒരു സംഭവമായിരുന്നു ലോക കേരള സഭയൊക്കെ. ലോക കേരള സഭയിലൊക്കെ പങ്കെടുത്ത പ്രവാസികളിൽ ഭൂരിഭാഗം പേരും അതിൽ വ്യത്യസ്തമായിട്ട് രാഷ്ട്രീയ പാർട്ടിയിൽ അനുഭവം പുലർത്തുന്ന എല്ലാവരും ഉണ്ടായിരുന്നു. എന്നിട്ട് പോലും അവരെല്ലാവരും ഒരേ സ്വരത്തോടു കൂടി ലോക കേരള സഭയോട് ആവശ്യപ്പെട്ടത് ഈ ഒരു കാര്യം ആയിരുന്നു. അപ്പൊ അതില് ഇപ്പൊ നമുക്ക് അത്രയധികം ഉറപ്പ് നമ്മുടെ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഒരു ആശ്വാസ വാക്ക് കിട്ടിയിട്ടുള്ളതാണ്. എന്ത് തരത്തിലുള്ള ശ്രീ സുബ്രഹ്മണ്യം, ഈ ഉറപ്പുകൾ മാത്രം വിശ്വസിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാനാകുമോ? ഇവിടെ നോർക്കയുണ്ട്, ഈ ലോക കേരള സഭ പോലുള്ള സംവിധാനങ്ങളുണ്ട്. അവരൊക്കെ വേണ്ട രീതിയിൽ തന്നെയാണോ ഈ പ്രശ്നത്തെ അഭിമുഖീകരിക്കുന്നത്? ഈ നോർക്ക എന്നുള്ളൊരു സംഘടന ഈ കോവിഡ് കാലത്ത് ഒന്നിടതായിട്ട് എന്റെ അറിവിലില്ല. ഇപ്പോ കേരള ഗവൺമെന്റ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു റോഡ് അപ്പ് ക്ലിയർ ആയിട്ട് കോൺക്രീറ്റ് ആയിട്ട് പ്രഖ്യാപിക്കണം. അപ്പൊ ഇതിന് ഒരു സാഹചര്യം ഒരുക്കിയിട്ട് ഒരു റോഡ് മാപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നമ്മൾ പറയുന്നപ്പോ ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് നമ്മുടെ റിക്വയർമെന്റ് എന്താ പറയുക, ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്. ഇന്ത്യയിൽ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് ഇന്ത്യ ഓവറോൾ 190 കൺട്രീസിൽ ഇന്ത്യ ഇപ്പൊ 63ാമത്തെ പൊസിഷനുള്ളത്. ഇപ്പൊ കേരള ആണെങ്കിൽ 2015 18ാമത്തായിരുന്നു ഇന്ത്യയിലെ എല്ലാ സ്റ്റേറ്റ്സിലും ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൽ. 2015 18 ഔട്ട് ഓഫ് 32 ആയിരുന്നു. പക്ഷെ ഇപ്പൊ ഇത് 21ാം സ്ഥാനത്തേക്ക് പോയി. അപ്പൊ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് കേരളത്തിൽ കാലത്തും നല്ല സ്ഥിതിയിലില്ല. അതിപ്പോ ഇനിയും അടുത്ത സർവേയിലും ആക്ച്വലി ഇത് പിന്നോട്ട് പോകാനുള്ള സാധ്യതയെ കാണുന്നുള്ളൂ. അപ്പൊ ഈ കോൺക്രീറ്റ് റോഡ് മാപ്പ് ക്രിയേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി ലിസ്റ്റ് ഓഫ് പ്രോജക്ട്സ്. ഫോർ എക്സാമ്പിൾ NRIs നാട്ടിലേക്ക് തിരിച്ചു പോവുകയാണ്. അപ്പോൾ കുറെ സ്കിൽഡ് ആൾക്കാരുണ്ട്. ഈ പറഞ്ഞ പോലെ തന്നെ മോഡേൺ ടെക്നോളജി, ഇവിടുത്തെ ടെക്നോളജി യൂസ് ചെയ്തിട്ടും ഇപ്പൊ ഇവിടുത്തെ റോഡ് കൺസ്ട്രക്ട് ചെയ്ത ആൾക്കാർ, ഇവിടുത്തെ ബിൽഡിങ്സ് കൺസ്ട്രക്ട് ചെയ്ത ആൾക്കാർ, ഇവിടുത്തെ ഇന്റീരിയേഴ്സ് ചെയ്ത ആൾക്കാർ, ഇവരൊക്കെ ആക്ച്വലി അപ് ടു ഡേറ്റ് ലേറ്റസ്റ്റ് ടെക്നോളജി യൂസ് ചെയ്ത് പരിചയമുള്ള ആൾക്കാരാണ്. അപ്പൊ ഇവരെ നമ്മൾ എങ്ങനെ യൂട്ടിലൈസ് ചെയ്യും നമ്മുടെ ഇന്ത്യയുടെ അല്ലെ കേരളത്തിന്റെ ഫ്യൂച്ചർ ഇതിലേക്ക് എന്നുള്ള. അപ്പൊ ഗവൺമെന്റ് എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി ദേ ഷുഡ് ഹാവ് എ ലിസ്റ്റ് ഓഫ് പ്രോജക്ട്സ്. ഫോർ എക്സാമ്പിൾ ഇതാണ് പ്രയോറിറ്റി 1, 2, 3, 4, 5, 6 പറഞ്ഞ ഒരു 5 പ്രയോറിറ്റി ഏരിയാസ് സെലക്ട് ചെയ്യുക. ഈ 5 പ്രയോറിറ്റി ഏരിയാസിൽ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്നിട്ട് ഇങ്ങനെ തിരിച്ചു വന്നക്കാര് അവരെ കയ്യിലുള്ള ഇൻവെസ്റ്റ്മെന്റ് ചെയ്തിട്ട് അവരൊരു ഉപജീവന മാർഗമായി മാറും. ഇതൊരു ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് മാറും ചെയ്യും. അപ്പോ ഇത് ഒരു എന്റെ അഭിപ്രായത്തിൽ ദിസ് ഷുഡ് ബി ഡൺ സ്പെഷ്യൽ എക്കണോമിക് സോൺ. അപ്പൊ കേരളത്തിൽ അറ്റ്ലീസ്റ്റ് വി ഷുഡ് ഹാവ് എ ഫ്യൂ സ്പെഷ്യൽ എക്കണോമിക് സോൺ എസ്റ്റാബ്ലിഷ് സ്പെസിഫിക്കലി ഫോർ ദിസ് പർപ്പസ്. അപ്പോ അതിലൊരു 5 lakhs ഫ്രീ സെറ്റപ്പ്, ദുബായ് ഫ്രീ ട്രേഡ് സോൺ പോലെയോ എന്തെങ്കിലും ഒരു മോഡൽ വെച്ചിട്ട് ഇതുപോലെ ഒരു സെറ്റപ്പ് നമ്മളെ നാട്ടിൽ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇന്നോവേറ്റീവായിട്ട് ഇപ്പൊ കേരളത്തിലുള്ള ആൾക്കാർ ജനറലി ബേസിക്കലി എന്റർപ്രണേഴ്സ് ആണ്. വിത്തിൻ ദംസെൽസ് ദേ ആർ ആക്ച്വലി എന്റർപ്രണേഴ്സ്. അപ്പൊ എന്റർപ്രണേഴ്സിന്റെ എന്റർപ്രണർഷിപ്പും ഇന്നോവേഷനും പുറത്തു കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ ഒരു ഓപ്പർച്യൂണിറ്റീസ് ഗവൺമെന്റിന്റെ സൈഡിൽ നിന്ന് ലിസ്റ്റ് ചെയ്തിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് വളരെ ഉപകാരമായിരിക്കും. അപ്പൊ അതാണ് ഞാൻ പറഞ്ഞത്, ഒരു കോൺക്രീറ്റ് റോഡ് മാപ്പ്. ഇനിയിപ്പോ ഫ്യൂച്ചർ എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് ആണ്. ഇപ്പൊ നമ്മൾ ചിന്തിക്കുന്നത് ഈ ഫ്രീഡം സ്ട്രഗിൾ 2.0 എന്ന് പറഞ്ഞ് നമ്മൾ ചിന്തിക്കുന്നത് ആക്ച്വലി നമ്മൾ ചിന്തിക്കുന്നത് എന്താ, മേക്ക് ഇൻ ഇന്ത്യ, മേക്ക് ഫോർ വേൾഡ്. അപ്പൊ മേക്ക് ഫോർ വേൾഡിന് വേണ്ടിയിട്ട് നമ്മൾ എന്തൊക്കെ ചെയ്യാൻ പറ്റും? അപ്പൊ മേക്ക് ഫോർ വേൾഡിൽ എന്തൊക്കെയാണ് റിക്വയർമെന്റ്സ്, ഏതൊക്കെ രാജ്യങ്ങളിൽ എന്തൊക്കെ സാധനങ്ങളുടെ റിക്വയർമെന്റ്സ് ഉണ്ട്, ഇതിനെങ്ങനെയാ ബാക്ക്വേർഡ് ഇന്റഗ്രേഷൻ ചെയ്യുക നമ്മുടെ നാട്ടില്. അപ്പൊ ഇത്
പൊല്യൂഷൻ ഇല്ലാത്ത രീതിയിലുള്ള ഇൻഡസ്ട്രീസ് നമ്മൾ സെലക്ട് ചെയ്തിട്ട് അതിന് പ്രയോറിറ്റി കൊടുത്തിട്ട് ഗവൺമെന്റ് ഒരു ലിസ്റ്റ് ആയിട്ട് വരണം. ആ ലിസ്റ്റ് നമ്മൾ യൂട്ടിലൈസ് ചെയ്തിട്ട് നമ്മൾ പറയാണ് ഇന്ത്യൻ പ്രയോറിറ്റിയിൽ എനിക്ക് ഇൻട്രസ്റ്റ് ഉണ്ട്, ദിസ് ഇസ് മൈ ഏരിയ ഓഫ് എക്സ്പെർട്ടൈസ്. അപ്പൊ ആ എക്സ്പെർട്ടൈസ് യൂസ് ചെയ്തിട്ട് അവിടെ നാട്ടിലെ ഇൻഡസ്ട്രിയും ഇതേപോലെ തന്നെ ടെക്നോളജി ഡെവലപ്പ് ചെയ്യാം. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇപ്പൊ കുറെ വർക്ക് ഫ്രം ഹോം ആണ്. ഇപ്പൊ കുറെ ആൾക്കാർ ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മളെ ബാങ്കിലും ഇപ്പൊ 50% സ്റ്റാഫ് സ്റ്റിൽ വർക്ക് ഫ്രം ഹോം ആണ്. അപ്പൊ വർക്ക് ഫ്രം ഹോം എന്നുള്ള സിറ്റുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദസ് ഇസ് കംപ്ലീറ്റ് ഇൻ ആക്ച്വലി ദ എൻവയൺമെന്റ്, വർക്കിംഗ് എൻവയൺമെന്റ്. അപ്പൊ ഈ വർക്കിംഗ് എൻവയൺമെന്റിലുള്ള ചേഞ്ച് നമ്മൾ ആക്ച്വലി യൂട്ടിലൈസ് ചെയ്യണം. അപ്പൊ കേരളത്തിൽ ആക്ച്വലി ഇപ്പൊ പറഞ്ഞു കഴിഞ്ഞാല് കേരളത്തിൽ ദർ ആർ ലോട്ട് ഓഫ് എഡ്യൂക്കേറ്റഡ്. അപ്പൊ ഇവിടെ ജോലി ചെയ്യുന്ന ബാങ്കിൽ നോക്കുകയാണെങ്കിൽ ജോലി ചെയ്ത് നോക്കുന്ന 30% ആൾക്കാർ മേ ബി ഫ്രം കേരള ആയിരിക്കും. അപ്പൊ ഇങ്ങനത്തെ ആൾക്കാർ എങ്ങനെയാ വർക്ക് ഫ്രം ഹോം എന്നുള്ള രീതിയിൽ അവരെ ഇപ്പൊ പിരിച്ചു വിട്ടാലും ഇപ്പോ ഫോർ എക്സാമ്പിൾ ഇവിടുത്തെ കാര്യങ്ങൾ നടന്നു പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ എക്സ്പാറ്റ്സ് ഇല്ലെങ്കിൽ ഇവിടുത്തെ കാര്യങ്ങൾ നടന്നു പോകാൻ ബുദ്ധിമുട്ടാണ് എന്നുള്ളത് ഒരുവിധം എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്. അപ്പൊ അവർ പറയാണ് നമ്മൾ എക്സ്പാറ്റ് കോട്ട 20% 30% ആക്കണം. അതൊന്നും എന്ത് പറഞ്ഞു കഴിഞ്ഞാലും ആക്ച്വലി റിക്വയർമെന്റ് ഉണ്ട്. സ്റ്റിൽ ദർ ഇസ് എ റിക്വയർമെന്റ് ബിക്കോസ് സ്കിൽസ് ആർ സ്റ്റിൽ വിത്ത് ഇന്ത്യൻസ്. ആക്ച്വലി ഇന്ത്യൻസ് ആണ് ഈ സ്കില്ലിന്റെ ഓണർ ഉള്ളത്. അപ്പൊ ഇവര് ഫോർ എക്സാമ്പിൾ നാട്ടിലേക്ക് തിരിച്ചുപോയി. അപ്പൊ അവിടുത്തെ ശമ്പളത്തിനനുസരിച്ച് ഒരു ശമ്പളം കൊടുത്തിട്ട് വർക്ക് ഫ്രം ഹോം, അവിടെ ഒരു സ്പെഷ്യൽ എക്കണോമിക് സോണിൽ ദേ ക്യാൻ സെറ്റപ്പ് ആൻ ഓഫീസ്, അവിടുന്ന് ദേ ക്യാൻ ആക്ച്വലി ഓപ്പറേറ്റ്. അപ്പൊ അങ്ങനത്തെ കുറെ ഇത് കൂടാണ്ട് നമ്മൾ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള കുറെ ഇൻഡസ്ട്രീസ് ഇതേപോലെ ഡെവലപ്പ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ നമ്മളെ കേരളത്തിൽ 4-5 മാസം മഴ പെയ്യുന്ന സംസ്ഥാനമാണ്. അപ്പൊ നമ്മൾ റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് യൂസ് ചെയ്തിട്ട് ഫോർ എക്സാമ്പിൾ ഇത് ഒരു എക്സാമ്പിൾ ആയി പറയാണ്, ഒരു 1000 സ്ക്വയർ ഫീറ്റ് സ്ഥലത്ത് ഇഫ് യു സെറ്റപ്പ് റെയിൻ ഹാർവെസ്റ്റിംഗ് കളക്ഷൻ ഇത് 2082 ലിറ്റർ വെള്ളം കിട്ടും. അപ്പൊ ഈ വെള്ളം RO UO ഇത് ആക്കിയിട്ട് റെയിൻ വാട്ടർ പറഞ്ഞ് US ഫോർ എക്സാമ്പിൾ നിങ്ങൾ റിച്ചാർഡ്സ് പറഞ്ഞിട്ട് ഒരു കമ്പനി ഉണ്ട്. അവർ വാട്ട് ദേ ഡു ഇസ് അവര് ആകെ ചെയ്യുന്നത് റെയിൻ വാട്ടർ കളക്ട് ചെയ്തിട്ട് അത് RO UV ട്രീറ്റ്മെന്റ് ചെയ്തിട്ട് ദേ ആർ സെല്ലിംഗ് ഇറ്റ് ആസ് റെയിൻ വാട്ടർ. അപ്പൊ ഗോഡ്സ് ഓൺ വാട്ടർ എന്ന് പറഞ്ഞിട്ട് നമുക്ക് വേണമെങ്കിൽ ഒരു റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് ഇതില് എല്ലാവരും ഇപ്പൊ തിരിച്ചുപോയ ആൾക്കാർക്ക് ദേ ഹാവ് എ ഹ്യൂജ് ഹൗസ്, അതിന്റെ മുകളിൽ ഒരു റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് ഇപ്പൊ സോളാർ പാനൽ വെക്കുന്ന പോലെ റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗിന്റെ ഒരു ഇത് സെറ്റപ്പ് ചെയ്യുക. എന്നിട്ട് അവിടുന്ന് ഡെയിലി റെയിൻ വാട്ടർ കളക്ട് ചെയ്യുക. എന്നിട്ട് ഇത് കളക്ട് ചെയ്തിട്ട് ഇത് റെയിൻ വാട്ടർ ഫ്രം ഗോഡ്സ് ഓൺ കൺട്രി പറഞ്ഞ് പാക്കേജ് ചെയ്ത് ഗൾഫിലേക്ക് തന്നെ തിരിച്ച് അയച്ചു കഴിഞ്ഞാൽ ഇവിടെ ദർ ആർ ലോട്ട് ഓഫ് ടേക്കേഴ്സ്. അപ്പൊ ഇതുപോലെയുള്ള ഇൻഡസ്ട്രീസ് ഒക്കെ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഇൻഡസ്ട്രി ഗവൺമെന്റ് അല്ല, അവിടെ പ്രശ്നം ശ്രീ സുബ്രഹ്മണ്യം ഇത്തരം പദ്ധതികളുടെ കുറവല്ല. ഈ പദ്ധതികളൊക്കെ നേരത്തെയും ഈ പദ്ധതികളുടെ മാതൃകകൾ ഇവിടെ പരീക്ഷിച്ചിട്ടുണ്ട്. പക്ഷെ അതിൻ്റെ ഒരു തുടർച്ചയുണ്ടാകുന്നില്ല. ഇപ്പോൾ ഈ മഴവെള്ള സംഭരണി എന്ന ആശയത്തിന് വലിയ പ്രചാരമുണ്ടായിരുന്നൊരു കാലം താങ്കൾക്കും അറിയാമല്ലോ. കേരളത്തിൽ അത്തരം മാതൃകകളൊക്കെ നമ്മൾ പരീക്ഷിച്ചിട്ടുണ്ട്. ഈ സോളാറിൻ്റെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ്. പക്ഷേ ഇതിൻ്റെ ഒരു തുടർച്ച ഉണ്ടാകുന്നില്ല. മാത്രമല്ല ഇപ്പോൾ താങ്കൾ പറഞ്ഞതൊരു വലിയ നിർദ്ദേശമാണ് ഈ മേക്ക് ഫോർ വേൾഡ് എന്നുള്ളത്. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് എന്തെല്ലാം ചെയ്യാനാകും? ഈ തിരിച്ചെത്തുന്ന പ്രവാസികളുടെ ഒരു നൈപുണ്യ ശേഷി അത്തരം കാര്യങ്ങൾക്ക് വേണ്ടി എങ്ങനെ ഉപയോഗിക്കാനാകും? അതിനൊരു പ്രാഥമികമായ ഒരു പദ്ധതി കേന്ദ്ര സർക്കാർ തയ്യാറാക്കുകയും അത് സംസ്ഥാനങ്ങൾക്ക് ഡിവൈഡ് ചെയ്ത് കൊടുക്കുകയും ചെയ്താൽ കുറേയൊക്കെ ഈ പ്രശ്നത്തിനൊരു പരിഹാരം ഉണ്ടാക്കാൻ നമുക്ക് സാധിക്കുമോ? അതെ, അതാണ്. അപ്പൊ ആക്ച്വലി ഈ പ്രോജക്ട്സ് എന്നുള്ള രീതിയിൽ ഇപ്പൊ കോൺക്രീറ്റ് ആയിട്ടുള്ള പ്രോജക്ട്സ് ലിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഡിവൈഡ് ചെയ്ത് കൊടുക്കുക. ഫോർ എക്സാമ്പിൾ കേരളത്തിൽ ലെസ് പൊല്യൂട്ടഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ടൂറിസം ഇൻഡസ്ട്രിയിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റും, ഇങ്ങനത്തെ ഇത് കേരളത്തിന് വേണ്ടിയിട്ട് സ്പെഷ്യൽ ആയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇത് കേരളത്തിലൊരു മൈൻഡ് സെറ്റ് ചേഞ്ചിന്റെ ഒരു ആവശ്യമുണ്ട്. മൈൻഡ് സെറ്റ് ചേഞ്ച് എന്ന് വരുമോ അത് ഈ ഒരു കൊറോണ കാലം മൈൻഡ് സെറ്റിന് വേണ്ടി യൂസ് ചെയ്താൽ കേരളം ഒരു ഡിഫറൻറ്റ് സംസ്ഥാനമായിട്ട് മാറും എൻ്റെ അഭിപ്രായത്തിൽ. കാരണം ഈ ഒരു കാലഘട്ടം നമ്മളൊന്ന് റെട്രോസ്പെക്ട് ചെയ്തിട്ട് നമ്മളിപ്പോ ഗൾഫിൽ നിൽക്കുമ്പോൾ നമുക്കറിയാം ഇവിടുത്തെ വർക്കിംഗ് എൻവയൺമെന്റ് ആണ്. അപ്പൊ ഈ ഫോറിൻ എക്സ്പീരിയൻസ് എന്താണെന്നുള്ളത്. അപ്പൊ ഈ എക്സ്പീരിയൻസ് നമ്മൾ നാട്ടിൽ റെപ്ലിക്കേറ്റ് ചെയ്തിട്ട് അറ്റ്ലീസ്റ്റ് അതിന്റെ ഒരു ഭാഗം റെപ്ലിക്കേറ്റ് ചെയ്യാൻ പറ്റിയ ഈ തിങ്കിങ് ചേഞ്ച് വരുത്തി കഴിഞ്ഞാൽ ഇത് കേരളത്തിന് ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാണ്. ഈ ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി നമ്മൾ മിസ് ചെയ്താൽ ഇനി വേറൊരു ഓപ്പർച്യൂണിറ്റി എപ്പോൾ വരും എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പൊ ഈ ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി നമ്മൾ സെൽഫ് ഇൻട്രോസ്പെക്ഷൻ ചെയ്തിട്ടും ചേഞ്ച് ഇൻ മൈൻഡ് സെറ്റ് ഗവൺമെന്റ് ലെവലിൽ നിങ്ങൾ പറഞ്ഞ പോലെ ഈ നൂലാമാലകളിൽ പ്രോജക്ട് ഇപ്പൊ എല്ലാം ഓൺലൈനിൽ ചെയ്യാം. ഇന്നത്തെ കാലത്ത് ഇപ്പൊ കാനഡയിൽ ഒരു കമ്പനി ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ട് തുടങ്ങണം എന്നുണ്ടെങ്കിൽ $1 കമ്പനി യു ക്യാൻ ഇൻകോർപ്പറേറ്റ് ഓൺലൈൻ സിറ്റിംഗ് ഇൻ കുവൈറ്റിൽ ഇരുന്നുകൊണ്ട് നിങ്ങൾക്ക് കാനഡയിൽ ഒരു കമ്പനി $1 കമ്പനി ഇൻകോർപ്പറേറ്റ് ചെയ്യാം. അതിന്റെ നൂലാമാലകളൊക്കെ അതുപോലുള്ള സംഗതികൾ പഠിച്ചിട്ട് അത് കേരളത്തിൽ ഇംപ്ലിമെന്റ് ചെയ്ത് കഴിഞ്ഞ് നൂലാമാലകളൊക്കെ ഒഴിവായി കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി എ ടോട്ടലി ഡിഫറെന്റ് ബോൾ ഗെയിം. അപ്പൊ ഈ മേക്ക് ഇൻ ഇന്ത്യ, മേക്ക് ഫോർ വേൾഡ് എന്നുള്ള ഇതിന്റെ ഒക്കെ
ആൻസിലറി ഇൻഡസ്ട്രീസിന്റെ ഭാഗങ്ങൾ കേരളത്തിൽ വരാൻ വളരെയധികം നല്ല സാഹചര്യമുണ്ട്. ബിക്കോസ് ഈ സ്കില്ലും യൂട്ടിലൈസ് ചെയ്യാം, തിരിച്ചുപോയ ആൾക്കാരെ സ്കില്ലും യൂട്ടിലൈസ് ചെയ്യാം, അവർക്കൊരു എംപ്ലോയ്മെന്റും ആവും, ഇതിനൊരു ഒരു സ്ട്രക്ചറും കിട്ടും. പക്ഷെ ഒരു കോൺക്രീറ്റ് റോഡ് മാപ്പ് എന്നുള്ള രീതിയിൽ ഗവൺമെന്റ് സൈഡിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ മാത്രമേ ഇത്, അല്ലെങ്കിൽ പിന്നെ ഇതൊരു വോളണ്ടറി NRI ഓർഗനൈസേഷൻസ്, പക്ഷെ അത് വോളണ്ടറി NRI ഓർഗനൈസേഷൻസ് ഒക്കെ ഡെവലപ്പ് ചെയ്യാൻ ഡിഫിക്കൽട്ടായിട്ട് അത് എത്രത്തോളം അക്സെപ്റ്റൻസ് കിട്ടും എന്താവും എന്നുള്ള പറയാൻ പറ്റില്ല. അപ്പൊ ഇതിന്റെ ഗവൺമെന്റിന്റെ സൈഡിൽ നിന്ന് തന്നെയാണ് ആക്ച്വലി ഏറ്റവും കൂടുതൽ ഇതിലേക്ക് കോൺട്രിബ്യൂഷൻ വന്നിട്ട് ഈ പ്രയോറിറ്റൈസേഷനും ലിസ്റ്റ് ഓഫ് ഒരു റോഡ് മാപ്പ് തയ്യാറാക്കണം എന്നുള്ളത് ഞാൻ പറയുന്നു. സ്പെഷ്യൽ എക്കണോമിക് സോൺ എന്നുള്ള രീതിയിൽ യെസ്, അങ്ങനെ ഒരു മാർഗരേഖ ഉണ്ടാകും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം.
ശ്രീമതി ശ്രീകല ദിലീപ്, നമ്മൾ ഈ വ്യാവസായിക മേഖലയെക്കുറിച്ചാണ് ഇപ്പോൾ ഇടയിൽ നമ്മൾ ഏറെ സമയം ചർച്ച ചെയ്തത്. നാട്ടിൽ അങ്ങനെ ഒരു പുതിയ വ്യാവസായിക അന്തരീക്ഷം ഉണ്ടാകുമ്പോൾ, കൂടുതൽ തൊഴിലവസരങ്ങൾ ഉണ്ടാകുമ്പോൾ അതിലേക്ക് നമ്മുടെ കുട്ടികളെ കൂടി ഉൾപ്പെടുത്തേണ്ടതുണ്ട്. ആ തൊഴിൽ സംസ്കാരത്തിലേക്ക് അവർ കൂടി വരേണ്ട ഒരു വിദ്യാഭ്യാസമാണ് അവർക്ക് നൽകേണ്ടത്. കൂടുതൽ സാങ്കേതിക വിദ്യാഭ്യാസത്തിൻ്റെ ഒരു ആവശ്യകത ഇപ്പോൾ ഒരു പുതിയ ദേശീയ വിദ്യാഭ്യാസ നയത്തിലും അത് എടുത്തു പറയുന്നുണ്ട്. അതിന് യോജിച്ച രീതിയിലാണോ ഇപ്പോൾ നമ്മുടെ വിദ്യാഭ്യാസ പ്രക്രിയ മുന്നോട്ട് പോകുന്നത്? ഇപ്പോൾ തന്നെ ഗൾഫിലുള്ള കുട്ടികൾക്ക് ഇവിടെയുള്ള പല മത്സര പരീക്ഷകൾക്കും ഹാജരാകാൻ പറ്റാത്ത അവസ്ഥയുണ്ട്. പിന്നെ അവരെ സംബന്ധിച്ച് ഹയർ എഡ്യൂക്കേഷൻ നാട്ടിൽ വന്നതിന് ശേഷം അത് പലർക്കും അപ്രാപ്യമാണ്. അപ്പോൾ അക്കാര്യത്തിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് ഇനി വേണ്ടത്? സുബീഷ്, അതിന് ഉത്തരം പറയുന്നതിന് മുമ്പ് ഞാൻ മിസ്റ്റർ സുബ്രഹ്മണ്യം പറഞ്ഞ പോയിന്റിൽ ഒരു എക്കണോമിസ്റ്റ് എന്ന നിലയ്ക്കല്ല, ഒരു പൗരൻ എന്ന നിലയ്ക്ക് എനിക്ക് അഭിപ്രായം പറയാലോ, അല്ലെ? തീർച്ചയായിട്ടും. പ്രത്യേകിച്ച് പ്രവാസി ലോക നാട്ടിലേക്ക് ഉറ്റുനോക്കിയിരിക്കുന്ന ഒരു പൗരന്റെ ഒരു അവസ്ഥയാണ് ഞാൻ പറയണത്. ഒരു ആത്മനിർഭരത എന്ന് പറയുമ്പോൾ അവിടെ ചെന്ന് സ്വയം ഒരു തൊഴിൽ കണ്ടെത്തുക എന്നുള്ളതാണല്ലോ. അങ്ങനെ ഒരു കണ്ടീഷൻ നമ്മുടെ സ്റ്റേറ്റ്, എസ്പെഷ്യലി കേരളത്തിൽ ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും. ഓക്കെ, ഗവൺമെന്റ് എന്തൊക്കെയോ ചെയ്യുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്, പക്ഷെ ഒരു സംരംഭം തുടങ്ങുമ്പോഴേക്കും വരുന്ന തടസ്സങ്ങൾ, ലീഗാലിറ്റീസ് ഒരുപാടുണ്ട്. ഒരു പുറമേ നിന്ന് നോക്കുമ്പോൾ പകച്ചു പോകുന്ന ഒരു കാര്യം എന്താന്ന് വെച്ചാൽ, സെൻട്രൽ ഗവൺമെന്റ് മുമ്പോട്ട് വയ്ക്കുന്ന പല പദ്ധതികൾക്കും തടസ്സങ്ങൾ വേണമെന്ന് വെച്ച് ക്രിയേറ്റ് ചെയ്യുന്ന പോലെ ഒരു തോന്നൽ വരികയാണ്. അപ്പോ സ്റ്റേറ്റ് ആൻഡ് സെന്റർ ഡിഫറെന്റ് യൂണിറ്റ്സ് ആയിട്ട് കാണാണ്ട് ഒരു ഫെഡറൽ സിസ്റ്റത്തിൽ ഒരുമിച്ച് നിന്നാലേ ഈ പറയുന്ന എക്കണോമിക് പ്രോഗ്രസ് നടക്കാൻ സാധ്യതയുള്ളൂ എന്ന് എനിക്കൊരു അഭിപ്രായം കേട്ടോ. ജസ്റ്റ് ഒരു സാധാരണക്കാരൻ എന്ന നിലയ്ക്കുള്ള ഒരു അഭിപ്രായം പറയാണ് ഞാൻ. പലപ്പോഴും തോന്നിയിട്ടുള്ളത് എപ്പോഴും ഇവർ തമ്മിൽ ലോഗർ ഹെഡ്സ് ആണ് പലപ്പോഴും. അതായത് ഞാൻ ഒരു ക്ലാരിഫിക്കേഷന് വേണ്ടി ചോദിക്കുകയാണ് ശ്രീമതി ശ്രീകല. കേന്ദ്ര സർക്കാർ മുന്നോട്ട് വയ്ക്കുന്ന പദ്ധതികൾ പലതും ഇവിടെ കേരളത്തിൽ അട്ടിമറിക്കപ്പെടുന്നുണ്ട് എന്നാണോ, അതല്ലെങ്കിൽ രാഷ്ട്രീയമായി അതിന് ചില തടസ്സങ്ങൾ ഉണ്ടാകുന്നുണ്ട് എന്നാണോ? തീർച്ചയായിട്ടും രാഷ്ട്രീയമായിട്ടുള്ള തടസ്സങ്ങൾ തന്നെയാണ്. ഇപ്പൊ ഒരു വലിയൊരു പ്രശ്നം നമുക്ക് നടക്കണേ. ഒരുപാട് ആൾക്കാരെ എക്കണോമിക്കലി ദേ ആർ ബീയിങ് ഡിസ്പ്ലേസ്ഡ്. ഈ പറഞ്ഞ പോലെ ഒരുപാട് പേരെ ജോലിയിൽ നിന്ന് പറഞ്ഞു വിട്ട് നാട്ടിലേക്ക് നമ്മൾ വളരെയധികം പ്രതീക്ഷയോടുകൂടി വരുമ്പോ ആ പ്രശ്നത്തിന് ഒരു സൊല്യൂഷൻ കണ്ടുപിടിക്കാണ്ട് വെറും രാഷ്ട്രീയമായിട്ടുള്ള ഒരു നേട്ടത്തിന് വേണ്ടിയിട്ട് എല്ലാം എതിർത്ത് പറയുന്ന ആ ഒരു പ്രവണത, ഇറ്റ് ഇസ് വെരി, നമുക്ക് പറയുമ്പോൾ ഒരു ആശങ്കയാണ് ഉള്ളിൽ ഉണ്ടാവുന്നത്. കാരണം ഇതിന്റെ ഇടയിൽ കടന്നു പെടുന്നത് സാധാരണ ജനങ്ങളാണ്. തീർച്ചയായിട്ടും ആ ഒരു ഡിഫറൻസസ് മറന്നിട്ട് ഈ ഒരു സിറ്റുവേഷൻ എങ്കിലും ഇത് മറന്നിട്ട് ഒരുമിച്ച് മുന്നോട്ട് പോവാൻ സ്റ്റേറ്റ് ആൻഡ് സെൻട്രൽ ഗവൺമെന്റിന് സാധിച്ചാൽ ഈ പറയുന്ന ഡെവലപ്മെന്റ് ഇത്രയും കൂടി ക്വിക്കായിട്ട് നടക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. യെസ് നമുക്ക് ആ വിദ്യാഭ്യാസ മേഖലയുമായി ഞാൻ ചോദിച്ച ചോദ്യത്തിൻ്റെ ഉത്തരത്തിലേക്ക് വരുന്നതിന് മുമ്പ് ഇപ്പോൾ ശ്രീമതി ശ്രീകല മുന്നോട്ട് വെച്ച ഈ വാദത്തിൽ ശ്രീമതി ഷെറിൻ ഷാജുവിന് എന്തെങ്കിലും വിയോജിപ്പുണ്ടോ എന്നറിയണം. ശ്രീമതി ഷെറിൻ. നമ്മള് ഇത്രയധികം ഇപ്പൊ ഞാൻ വീണ്ടും പറയണം, നമ്മുടെ ചർച്ച ആക്ച്വലി രാഷ്ട്ര പുരോഗതിക്ക് വേണ്ടിയിട്ടുള്ള പ്രവാസികളുടെ പങ്ക് എന്നുള്ള തരത്തിലായിരുന്നു നമ്മുടെ ചർച്ചയുടെ വിഷയം. അല്ല, തീർച്ചയായും നമ്മുടെ ഒരു കേന്ദ്ര വിഷയം അത് തന്നെയാണ്. പക്ഷേ ശ്രീമതി ശ്രീകല ഇവിടെ ഈ കേന്ദ്ര സർക്കാർ മുന്നോട്ട് വയ്ക്കുന്ന പദ്ധതികൾ പലതും സംസ്ഥാന സർക്കാർ ഇടപെട്ട് അട്ടിമറിക്കുന്നു എന്ന ഒരു പൊളിറ്റിക്കൽ ആർഗ്യുമെന്റ്, അങ്ങനെ ഒരു രാഷ്ട്രീയമായ ഒരു ആരോപണം ഉന്നയിക്കപ്പെട്ടതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഈ പാനലിലുള്ള മറ്റൊരു വനിതാ പ്രതിനിധി എന്ന നിലയ്ക്ക് അങ്ങയുടെ അഭിപ്രായം തേടിയത്. അല്ല, രാഷ്ട്ര പുരോഗതി എന്ന് പറയുമ്പോൾ നമ്മൾ കാണേണ്ട രാജ്യത്തിന്റെ പുരോഗതിക്ക് ഏറ്റവും കൂടുതൽ ഉത്തരവാദിത്വം വഹിക്കേണ്ടത് തീർച്ചയായിട്ടും അവിടുത്തെ കേന്ദ്ര സർക്കാർ തന്നെയാണ്. അപ്പോ അതിലപ്പുറം നമ്മളെപ്പോഴും മാധ്യമങ്ങളിൽ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രവണതയാണ്, നമ്മൾ രാജ്യത്തിനെ പറ്റി ചർച്ച ചെയ്യുമ്പോൾ അത് എല്ലാവരും കൂടി കേരളത്തിനെ പറ്റി മാത്രം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രവണത. തീർച്ചയായിട്ടും നമ്മൾ കേരളീയരാണ്, നമുക്ക് കേരളത്തിനെ പറ്റി തന്നെ ചർച്ച ചെയ്യേണ്ടതുണ്ട്. ശ്രീകല ടീച്ചർ പറഞ്ഞ പറഞ്ഞ ഈ ഒരു ആരോപണം ഇത്രയധികം പ്രവാസി ഫ്രണ്ട്ലി ആയിട്ടുള്ള വേറെ ഏത് സംസ്ഥാന സർക്കാരിനെ നമുക്ക് കാണാൻ കഴിയും ഇന്ത്യയിൽ എന്നുള്ളത് നമുക്ക് ഓരോരുത്തർക്കും സ്വയം വിമർശനം അല്ലെങ്കിൽ സ്വയം നമുക്കൊന്ന് ചിന്തിച്ച് നോക്കിയാൽ മാത്രം മതി. അല്ല, അവിടെ ശ്രീമതി ഷെറിൻ ഷാജു, ഇനി വേറെ ഏത് സംസ്ഥാന സർക്കാർ ചെയ്താലും അതിനേക്കാൾ കൂടുതൽ പ്രവാസി സമൂഹത്തോട് ചെയ്യേണ്ടവർ കേരളീയ സമൂഹമാണ്. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, കേരളത്തിൽ തന്നെ പല പ്രദേശങ്ങളും മിനി ഗൾഫ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഇപ്പോൾ ഞാൻ
എൻ്റെ സ്വദേശം ഗുരുവായൂരാണ്. ഗുരുവായൂരിനടുത്തുള്ള ഒരു ചെറിയ നഗരമാണ് ചാവക്കാട്. ചാവക്കാട് പ്രദേശം അറിയപ്പെടുന്നത് മിനി ഗൾഫ് എന്ന പേരിലാണ്. അപ്പോൾ കേരളത്തെ കേരളമാക്കിയതിൽ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട് ഗൾഫ് രാജ്യങ്ങൾ, പ്രവാസി സമൂഹം. അപ്പോൾ ആ പ്രവാസി സമൂഹത്തോട് തീർത്താൽ തീരാത്ത കടപ്പാട് കേരളത്തിനുണ്ട്, സംസ്ഥാന സർക്കാരിനുണ്ട്. ഞാൻ സംസ്ഥാന സർക്കാർ എന്ന് മാത്രമാണ് പറയുന്നത്. അത് ഇടതാകട്ടെ വലതാകട്ടെ ആര് ഭരിക്കുമ്പോഴും ഭാരതത്തിലെ ഏത് സ്റ്റേറ്റ് ഗവൺമെൻറ് പ്രവാസി സമൂഹത്തിന് എന്ത് ചെയ്യുന്നോ അതിൻ്റെ ഇരട്ടി ചെയ്യേണ്ട ഒരു ധാർമ്മികമായ ഉത്തരവാദിത്വവും കടമയും ഇവിടുത്തെ ഗവൺമെൻറ്റിനുണ്ട്. അത് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. അതെ, അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് പറഞ്ഞത്. ആ ഒരു കടമ അല്ലെങ്കിൽ ആ ഒരു ബോധം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെയാണ് ഇടതായാലും വലതായാലും ഇപ്പോഴുള്ള ഈ നമ്മുടെ സംസ്ഥാന സർക്കാർ പ്രവാസികളോട് കാണിക്കുന്ന പരിഗണന നമ്മൾ ആരും മറന്നു പോകാൻ പാടില്ല. പലപ്പോഴും രാഷ്ട്രീയമായിട്ടുള്ള വ്യത്യാസം കൊണ്ട് ചിലപ്പോൾ നമ്മൾ ആരും എന്താ പറയുക കണ്ണടച്ചിരിക്കുക എന്ന് പറയുന്ന പോലെ കാണാതെ പോവാണ് പലപ്പോഴും. ഇവിടെ നേരത്തെ സൂചിപ്പിച്ചു നോർക്ക എന്നുള്ളൊരു ഓർഗനൈസേഷൻ എന്താണ് ഈ ഒരു കോവിഡ് കാലത്ത് ചെയ്തത് എന്നുള്ളത്. അത് കേട്ടപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നോർക്കയുടെ ഹെൽപ്പ് ഡെസ്കിൽ ലോക കേരള സഭ അംഗം എന്ന നിലയിൽ ഒരു അംഗം ആയിരുന്നു ഞാനും. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് നോർക്ക എന്തൊക്കെ കാര്യങ്ങളിലാണ് ഇടപെട്ടതെന്നുള്ളത് വളരെ വ്യക്തമായിട്ട് അറിയുന്ന ഒരാൾ കൂടിയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഏറ്റവും ബേസിക് ആയിട്ടൊരു കാര്യം പറഞ്ഞാൽ ഈ ഒരു കോവിഡ് കാലം ലോക്ക്ഡൌണും കാര്യങ്ങളൊക്കെ തുടങ്ങിയപ്പോൾ ഒരുപാട് മാനസികമായിട്ടുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് നമ്മുടെ ഇവിടെ പ്രവാസി സമൂഹം, നമ്മുടെ മലയാളികളായിട്ടുള്ള ആളുകൾ ബുദ്ധിമുട്ടിയിരുന്ന സമയത്ത് നാട്ടിലേക്ക് പോവാൻ തരത്തിലുള്ള ചാർട്ടേഡ് ഫ്ലൈറ്റ്സ് ഇവിടുന്ന് അങ്ങോട്ട് അയക്കാൻ കുവൈറ്റ് ഗവൺമെന്റ് തയ്യാറായിട്ട് പോലും നമ്മുടെ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഒരു അനുകൂലമായിട്ടുള്ള നിലപാടുണ്ടായിരുന്നില്ല. അത്തരത്തിലുള്ള കാര്യങ്ങളിൽ ഇടപെടാനും രജിസ്ട്രേഷൻ നടത്തിക്കൊണ്ട് നാട്ടിലേക്ക് വരുന്ന പ്രവാസികളുടെ ക്വാറന്റൈൻ രീതികൾ വരെ അല്ലെങ്കിൽ ഒരു ആശാ വർക്കർ വരെയുള്ള കാര്യങ്ങൾ വരെ അവർ വാർഡ് മെമ്പർ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് കൃത്യമായ ഉത്തരവാദിത്തങ്ങൾ നൽകിക്കൊണ്ടുള്ള തരത്തിലുള്ള പ്രവർത്തനം നോർക്ക ചെയ്തിട്ടില്ലേ? അതുപോലെ തന്നെ ഈ കുവൈറ്റിലെ ഈ പൊതുസമൂഹത്തിന്റെ ഇടയിൽ ഒരുപാട് മാനസിക പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ആളുകൾ ഉണ്ടായിരുന്നു. അവർക്ക് കൗൺസിലിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ ഡോക്ടർമാരുമായിട്ട് നാട്ടിലുള്ള ഡോക്ടർമാരുമായിട്ടുള്ള ടെലി മെഡിസിൻ പദ്ധതികൾ ചെയ്യാനായിട്ട്, അതുപോലെ തന്നെ ഭക്ഷണം കിട്ടാതെ ബുദ്ധിമുട്ടുന്ന ആളുകൾക്ക് ഭക്ഷണ കിറ്റുകൾ എത്തിച്ചു കൊടുക്കുക, അങ്ങനെ നിരവധിയായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഈ ഒരു കോവിഡ് കാലത്ത്. യെസ്, അതാണ് ശ്രീമതി ശ്രീകല ദിലീപിൻ്റെ നേരത്തെ ഉന്നയിച്ച ആ ഒരു പ്രസ്താവനയ്ക്കുള്ള മറുപടി. ശ്രീമതി ശ്രീകല ദിലീപ്, ഞാൻ നേരത്തെ ചോദിച്ച ആ ഒരു ക്വസ്റ്റിനുള്ള മറുപടിയിലേക്ക് ഇനി വരാം എന്ന് എനിക്ക് തോന്നുന്നു. ഈ വിദ്യാഭ്യാസ മേഖലയിൽ നമ്മൾ കുട്ടികൾക്കൊരു ഹയർ എഡ്യൂക്കേഷൻ നൽകാൻ കേരളത്തിലെ ഒരു സാഹചര്യം ഏത് രീതിയിൽ മാറ്റണം? ഇപ്പോ നമ്മൾ പറഞ്ഞില്ലേ ഫോർമൽ എഡ്യൂക്കേഷന്റെ കാര്യം ഞാൻ പറഞ്ഞില്ലേ, ഒരു CBSE ഗൈഡ് ലൈൻ നമുക്ക് തന്ന അത് ഫോളോ ചെയ്യാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. ഇപ്പൊ ഈ ലോക്ക്ഡൌണിന്റെ സമയത്ത് തന്നെ വിതിൻ 1 വീക്ക് ഒരാഴ്ച കൊണ്ട് ടീച്ചേഴ്സ് ആയാലും ശരി, മാനേജ്മെന്റ് ആയാലും ശരി, പാരന്റ്സ് ആയാലും ശരി, കുട്ടികളായാലും ശരി, 4 പേരും ഒരു വിദ്യാഭ്യാസം എന്ന് പറയുമ്പോൾ ഈ 4 പേരാണല്ലോ ഏറ്റവും പ്രാധാന്യ റോൾ വഹിക്കുന്നവർ. ഈ 4 പേരും പെട്ടെന്ന് തന്നെ ആ സിറ്റുവേഷനോട് അനുയോജ്യമായിട്ട് അവരെ തന്നെ മാറ്റിക്കൊണ്ട് ഓൺലൈൻ എഡ്യൂക്കേഷനിലേക്ക് സ്വിച്ച് ഓൺ ചെയ്ത് ഇപ്പൊ ഞാൻ എന്നൊക്കെ പറയുമ്പോൾ 10-30 വർഷമായിട്ട് വൈറ്റ് ബോർഡ് ബ്ലാക്ക് ബോർഡ് കുട്ടികളായിട്ട് നേരിട്ട് സംസാരിച്ച് പഠിപ്പിച്ച ശീലമുള്ള ഒരാളാണ്. 30 years ആയി ഞാനിപ്പോ ടീച്ച് ചെയ്യുന്നു. ഇപ്പൊ പെട്ടെന്ന് ഞങ്ങൾക്ക് വന്നൊരു മാറ്റം എന്ന് വെച്ചാൽ കമ്പ്യൂട്ടർ ഒരു മെസ്സേജ് അയക്കുക അല്ലെങ്കിൽ ഒരു മെയിൽ അയക്കാൻ മാത്രമേ യൂസ് ചെയ്തിരുന്നുള്ളൂ. ഞാൻ ഇപ്പൊ പവർ പോയിന്റ് യൂസ് ചെയ്യുക, ഓൺലൈൻ ടീച്ചിങ് വരിക, ടീം എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം യൂസ് ചെയ്യുക, അല്ലെങ്കിൽ സൂം യൂസ് ചെയ്യുക. ഇതൊക്കെ പെട്ടെന്നുള്ളൊരു ചേഞ്ചാണ് ഞങ്ങൾക്ക് വന്നത്. സോ ആ ഒരു ചേഞ്ച് വന്നിട്ടും ഇപ്പോ ഗൾഫ് രാജ്യങ്ങളിൽ ഒരുപാട് പേര് ഭയങ്കര ഫിനാൻഷ്യലി വെൽ ഓഫ് ആണെന്നുള്ളൊരു ചിന്താഗതിയാണ് പലർക്കുള്ളത്. എനിക്ക് പേഴ്സണലി അറിയാവുന്ന ഒരുപാട് പാരന്റ്സിന് 4 കുട്ടികളുള്ള ഫാമിലി ഉണ്ട്, 3 കുട്ടികളുള്ള ഫാമിലി ഉണ്ട്. ഇവർക്ക് എല്ലാവർക്കും കമ്പ്യൂട്ടർ അല്ലെങ്കിൽ ലാപ്ടോപ്പ്, പാരന്റ്സ് വർക്കിംഗ് അറ്റ് ഹോം, ഇന്റർനെറ്റ് കണക്ടിവിറ്റിയുടെ പ്രശ്നങ്ങൾ, ഇതൊക്കെ വളരെ ഭംഗിയായിട്ട് നേരിട്ട് പാരന്റ്സ് എത്ര ഭംഗിയായിട്ട് ഒരുപാട് ത്യാഗങ്ങൾ അവർ അനുഭവിക്കുന്നുണ്ട്, ഒരുപാട് വിഷമങ്ങൾ അനുഭവിക്കാനും ദേ ടോക്ക് ടു അസ്. ടീച്ചേഴ്സിനോടാണ് സംസാരിക്കുക, ഇന്ന പ്രശ്നങ്ങളുണ്ട് ടീച്ചർ, എന്താ ചെയ്യുക ടീച്ചർ. ഇത്രയും പ്രശ്നങ്ങൾ ഇത്രയും ത്യാഗങ്ങളൊക്കെ സഹിച്ച് കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി ഈ പ്രവാസി സമൂഹം ഒരുപാട് കഷ്ടപ്പെട്ട് കുട്ടികളുടെ എഡ്യൂക്കേഷൻ ബ്രേക്കപ്പ് വരാതിരിക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. ഇനി അത് കഴിഞ്ഞ് ഈ കുട്ടികൾ നാട്ടിലേക്ക് വരുമ്പോൾ അവർക്ക് എൻട്രൻസ് എക്സാമിനേഷൻ ഡേറ്റ്സ്, പിന്നെ ഇപ്പൊ തന്നെ ഒരു പാരന്റ് എന്നോട് സംസാരിക്കേണ്ടായി. ഏതോ ഒരു VIT തോന്നുന്നു, അവരുടെ ഇന്റർവ്യൂ ദേ ഹാവ് ഫിക്സ്ഡ് ഡേറ്റ്.
സെപ്റ്റംബറിൽ അങ്ങോട്ട് ഡേറ്റ് ഫിക്സ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ആ കുട്ടിക്ക് ആ സമയത്ത് അവിടെ എത്തിച്ചേരാൻ പറ്റില്ല. ഇനി അഥവാ ഫ്ലൈറ്റ് കിട്ടി അവിടെ എത്തിക്കഴിഞ്ഞാൽ, പാരന്റ്സിന്റെ കൂടെ എത്തിക്കഴിഞ്ഞാൽ തിരിച്ചു പാരന്റ്സിന് ഇങ്ങോട്ട് വരാൻ യാതൊരു സാധ്യതയില്ല. അപ്പൊ അങ്ങനെ വരുന്ന പ്രശ്നങ്ങള് ഹയർ എഡ്യൂക്കേഷന്റെ ഈ എൻട്രൻസ് എക്സാമിനേഷൻസ്, ഈ ഇന്റർവ്യൂസ് ഒക്കെ വരുമ്പോ ഈ കുട്ടികളെ ഒന്ന് പരിഗണിച്ചാൽ വലിയൊരു ഉപകാരമായിരിക്കും, പ്രത്യേകിച്ച് പാരന്റ്സ്. അക്കാര്യത്തിലുള്ള ഇടപെടൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകും എന്ന് തന്നെ പ്രതീക്ഷിക്കാം. പ്രവാസികൾ പറയട്ടെ തത്സമയ സംവാദം അതിൻ്റെ അന്തിമഘട്ടത്തിലേക്ക് പോവുകയാണ്. ശ്രീ വിപീഷ് തിക്കോടി, വളരെ പോസിറ്റീവായ ഒരു സംവാദത്തിലൂടെയാണ് നമ്മൾ മുന്നോട്ട് പോയത്. ഇനി നമുക്ക് ഒരു 2-3 മിനിറ്റുകൾ മാത്രമേ കിട്ടുകയുള്ളൂ. എങ്ങനെ നിലവിലുള്ള ഈ പ്രശ്നങ്ങളെ മറികടന്നുകൊണ്ട് നമുക്ക് ഒരു പുതിയ ഭാരതം അല്ലെങ്കിൽ ഒരു പുതിയ ലോകം, പുതിയ ലോകക്രമത്തിലേക്ക് ചേക്കേറാൻ സാധിക്കും? ഈ ചർച്ച നമുക്ക് എങ്ങനെ കൺക്ലൂഡ് ചെയ്യാം? മാറുന്ന ലോകക്രമത്തില് മായാത്ത മൂല്യങ്ങള് ലോകത്തിന് മുമ്പിൽ എന്നും സംഭാവന ചെയ്ത നാടാണ് ഭാരതം അല്ലെങ്കിൽ ഇന്ത്യ എന്ന് പറയുന്നത്. നമ്മള് സ്വന്തം പിറന്ന നമ്മുടെ പ്രദേശമൊക്കെ വിട്ടുകൊണ്ട് വിദൂരങ്ങളിൽ ചേക്കേറി നാടിന്റെ സമ്പദ് വ്യവസ്ഥിതിക്കും മെച്ചപ്പെട്ട ജീവിത രീതിക്കും വേണ്ടി പ്രവർത്തിക്കുന്ന സമയത്ത് നമ്മുടെ സാംസ്കാരിക അംബാസിഡർമാരാണ്. അപ്പോ നമ്മുടെ കുട്ടികൾക്ക് പ്രവാസ ജീവിതത്തില് അല്ലെങ്കിൽ പ്രവാസ ജീവിതം നയിക്കുന്നവരുടെ കുട്ടികൾക്ക് മൂല്യബോധം പകർന്നു നൽകിക്കൊണ്ട്, നമ്മുടെ നാടുമായിട്ടുള്ള പൊക്കിൾക്കൊടി ബന്ധം പകർന്നു കൊടുത്തുകൊണ്ട്, നാടിനോടുള്ള കമ്മിറ്റ്മെന്റ്, രാഷ്ട്രബോധം വളർത്തിയെടുത്തുകൊണ്ട്, അതോടൊപ്പം തന്നെ നാം അതിജീവിക്കുന്ന ഭൂപ്രദേശത്തിന്റെ സാംസ്കാരിക തനിമയും അതിന്റെ എല്ലാ സവിശേഷതകളും ഉൾക്കൊണ്ടുകൊണ്ട് ഒരു വിശ്വ പൗരൻ എന്ന നിലവിലേക്ക് നാം മാറേണ്ടിയിരിക്കുന്നു. ഒരു ആഗോള ശാന്തി, ഇന്ന് ലോകത്ത് അശാന്തി പർവ്വങ്ങൾ നിറഞ്ഞാടുന്ന ഈ ഒരു കാലഘട്ടത്തില് മൂല്യബോധങ്ങള്, പാഠപുസ്തകങ്ങൾ മരുഭൂമികളായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അവിടെയാണ് ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ പ്രസക്തി. അല്ലെങ്കിൽ ഇന്ന് സാമ്പത്തിക വിദഗ്ധനായിട്ടുള്ള സുബ്രഹ്മണ്യൻ സാർ സൂചിപ്പിച്ചിട്ടുള്ള സ്റ്റാർട്ടപ്പുകളുടെ പ്രസക്തി, വികേന്ദ്രീകരണ സ്വഭാവത്തിലുള്ള സമ്പദ് വ്യവസ്ഥയില് നമ്മൾ ഇതുവരെ പ്രവാസ ഭൂമിയിൽ നിന്ന് ആർജിച്ചെടുത്ത നമ്മുടെ നൈപുണ്യവും നമ്മുടെ സമ്പത്തും, ഇതുവരെ നമ്മുടെ സമ്പത്ത് NRE അക്കൗണ്ടിൽ കെട്ടിക്കിടക്കുകയായിരുന്നു. അത് മാറ്റിക്കൊണ്ട് ക്രിയാത്മകമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള മഹാത്മാഗാന്ധി സ്വപ്നം കണ്ട ഗ്രാമങ്ങളിൽ നിന്നാണ് നമ്മൾ തുടങ്ങേണ്ടത്. നമ്മുടെ രാജ്യത്തിന്റെ, അത് കേരളം, തമിഴ്നാട്, കർണാടക എന്നുള്ള ചിന്തക്കതീതമായിട്ട് ഭാരതം എന്നുള്ള സങ്കല്പത്തിൽ അധിഷ്ഠിതമായിട്ട് ഭാരതത്തിന് ലോകത്തിന് പലതും കൊടുക്കാൻ സാധിക്കുന്നു. ലോകം ഉറ്റുനോക്കുന്നത് ഭാരതത്തെയാണ്. ഭാരതം മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാ അർത്ഥത്തിലും സാമ്പത്തികമായിട്ടും സാമൂഹികപരമായിട്ടൊക്കെ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള ഒരു സമീപനത്തിലൂടെ നമ്മൾ മുന്നേറുന്ന സമയത്തില് നമുക്കാണ്, അത് പാശ്ചാത്യ നാടുകൾക്ക് ഈ തരത്തിലുള്ള മുന്നേറ്റത്തിന് നേതൃത്വം കൊടുക്കാൻ സാധ്യമല്ല. കാരണം അവര് എക്കോണമി എന്ന് പറയുന്നത് ഉപഭോഗ സംസ്കാരത്തിൽ മാത്രം സഹവർത്തിത്വത്തിന്റെയും സമന്വയത്തിന്റെയും പാതയിലൂടെ എല്ലാവരുടെയും സുഖം എന്നുള്ള ഒരു കോൺസെപ്റ്റ് ലോകത്തിന് വിഭാവനം ചെയ്തത് ഭാരതമാണ്. ലോക സമസ്ത സുഖിനോ ഭവന്തു എന്ന വിശ്വബോധത്തിലേക്ക്, പൊതുബോധത്തിലേക്ക് ഉണരാൻ ഓരോ വ്യക്തിക്കും സാധിക്കണം. അതിനായി ശ്രമിക്കണം. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക്, ഭരണകൂടങ്ങൾക്ക് ചെയ്യാൻ ഏറെയുണ്ട്. പക്ഷേ അതിനേക്കാൾ ഏറെ ഉത്തരവാദിത്തം ഒരു പുതിയ ലോകക്രമം ഉണ്ടാക്കിയെടുക്കുന്നതിൽ ഓരോ വ്യക്തിക്കും ഉണ്ട് എന്ന ഓർമ്മപ്പെടുത്തലോടുകൂടി ഈ ചർച്ച ഞാൻ അവസാനിപ്പിക്കാൻ താല്പര്യപ്പെടുകയാണ്. വളരെയധികം നന്ദി ശ്രീമതി ഷെറിൻ ഷാജു, ശ്രീമതി ശ്രീകല ദിലീപ്, ശ്രീ സുബ്രഹ്മണ്യം KE, ശ്രീ വിപീഷ് തിക്കോടി ഈ ചർച്ച ഇത്രയും സജീവമാക്കിയതിന്. പ്രവാസികൾ പറയട്ടെ തത്സമയ സംവാദം ഇവിടെ പൂർണ്ണമാവുകയാണ്. നന്ദി, നമസ്തേ.